ഗുഡ് ഈവനിങ്. എഡ്യൂ ലേണിങ്ങിൻ്റെ എക്സ്പേർട്ട് ടോപ്പ് സെഷനിലോട്ട് ഞാൻ നിങ്ങളെല്ലാവരെയും ഹാർദരമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സെഷനിൽ നമുക്കുള്ളത് ആദർശാണ്. അദ്ദേഹം ഡേറ്റ സയൻറ്റിസ്റ്റ് മേഖലയിൽ വൺ ഓഫ് ദ ടോപ്പ് ലീഡേഴ്സാണ്. അദ്ദേഹത്തിന് ഏകദേശം 10 വർഷത്തോളം ഡേറ്റ സയൻസ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ട്. അദ്ദേഹവുമായിട്ടൊരു സെഷൻ കിട്ടുക എന്നുള്ളത് എഡ്യൂ ലേണിങ്ങിൻ്റെ എല്ലാ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിൻ്റെയും ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡേറ്റ സയൻറ്റിസ്റ്റിൻ്റെ ലേറ്റസ്റ്റ് ട്രെൻഡ്സിനെ കുറിച്ചും എങ്ങനെ ഡേറ്റ സയൻറ്റിസ്റ്റ് ആകാം എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ജേണിയെക്കുറിച്ചും എല്ലാമാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഈ ഒരു സെഷനിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ഗ്യാൻ കിട്ടുമെന്നുള്ളതിൽ എനിക്കൊരു ഡൗട്ടും ഇല്ല. സോ ഈ സെഷൻ കാണുന്ന എല്ലാവരും അദ്ദേഹത്തിൻ്റെ ലിങ്ക്ഡിനിൽ ഫോളോ ചെയ്യുക. അദ്ദേഹമായിട്ട് ഡേറ്റ സയൻസ് ഫീൽഡിനെ കുറിച്ചുള്ള ലേറ്റസ്റ്റ് ട്രെൻഡ്സ് മനസ്സിലാക്കി നിങ്ങൾക്ക് എങ്ങനെ ആ ഒരു ഫീൽഡിൽ എത്തിപ്പെടാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ നമുക്ക് ഈ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് വെൽക്കം മിസ്റ്റർ ആദർശ്. ആദർശ് ഭായ്, നമസ്കാരം. ഈ സെഷനിലോട്ട് സ്വാഗതം ചെയ്യുന്നു. ഈ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് എഡ്യൂ ലേണിങ്ങിൻ്റെ ഭാഗത്തുനിന്നും എൻ്റെ ഭാഗത്തു നിന്നും വളരെയധികം നന്ദി രേഖപ്പെടുത്താനുണ്ട്. കാരണം താങ്കളുടെ വിലയേറിയ സമയം നമുക്ക് വേണ്ടി ചിലവഴിക്കാൻ തീരുമാനിച്ചതിന്. സോ ആദ്യമായിട്ട് ആദർശ് ഭായിയുടെ ജേണിയെക്കുറിച്ചൊന്ന് പറയാമോ? എങ്ങനെയാണ് ഡേറ്റ സയൻസിൽ എത്തിപ്പെട്ടത്? ഇതുപോലുള്ള ജേണിയെക്കുറിച്ചൊന്ന് ബ്രീഫായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? ബാംഗ്ലൂരായിരുന്നു കുറേ വർഷം. അപ്പം അവിടെ നിന്നാണ് ഞാൻ ബാച്ചിലേഴ്സ് ചെയ്തത്. ബാച്ചിലേഴ്സ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു, രാമയ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പം അതിനുവേണ്ടി ഗേറ്റ് എഴുതിയതിനു ശേഷം എനിക്ക് NIT റൗർക്കേലയിൽ അഡ്മിഷൻ കിട്ടി. അവിടുന്ന് എനിക്ക് ആക്ച്വലി അതൊരു സ്പെഷ്യൽ ടൈപ്പ് പ്രോഗ്രാം ആയിരുന്നു. അത് ആക്ച്വലി അവർ സ്റ്റാർട്ട് ചെയ്തത് UNC ഷാർലറ്റ്, ഇവിടെ US യൂണിവേഴ്സിറ്റി ആയിട്ട് ടൈപ്പ് ചെയ്തിട്ടാണ് അവർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ആ കോഴ്സിലുള്ള സ്റ്റുഡൻസിന് നമുക്കിവിടെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമായിരുന്നു മാസ്റ്റേഴ്സ് ഡിഗ്രി. അപ്പം അങ്ങനെ ഞാൻ NIT റൗർക്കേലയിൽ നിന്ന് UNC ഷാർലറ്റോട് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് US ആദ്യമായിട്ട് വരുന്നത്. അപ്പം ഇവിടെ വന്നതിന് ശേഷം ഈ മാസ്റ്റേഴ്സ് ഞാൻ കണ്ടിന്യൂ ചെയ്തു ഡേറ്റ സയൻസിൽ തന്നെ. അപ്പം അവിടെ തന്നെ എനിക്ക് യൂണിവേഴ്സിറ്റി തന്നെ ഫസ്റ്റ് ജോബ് കിട്ടി, റിസർച്ച് അസിസ്റ്റന്റ് ആയിട്ട്. അതൊരു ഹെൽത്ത് കെയർ പ്രോജക്റ്റ് ആയിരുന്നു. അത് സിമ്പിൾ അനാലിസിസ് പ്രോജക്റ്റ് ആയിരുന്നു. അതിനുശേഷം ഞാൻ ഗ്രാജുവേറ്റ് ആയതിനു ശേഷം ഞാൻ സിനക്രോൺ എന്ന് പറഞ്ഞ കമ്പനിയിൽ ഡേറ്റ സയന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. അവിടെ ഞാൻ ഇതൊക്കെ ഏത് വർഷമാണ്? അതും കൂടെ പറഞ്ഞാൽ കൊള്ളായിരുന്നു. ഏത് വർഷത്തിലാണ് ഇങ്ങനെ? അതെ, ഷുവർ. സോ ഞാൻ സിനക്രോണിൽ കയറുന്നത് 2016 അപ്പം 2015 ഞാൻ ഇവിടെ UNC ഷാർലറ്റിൽ ഗ്രാജുവേറ്റ് ആയി. അപ്പം 2016 ഞാൻ ഡേറ്റ സയൻസ് സിനക്രോണിൽ കയറി. അപ്പം അവിടെ ഞാൻ ആക്ച്വലി ഞാൻ എല്ലാ രീതിയിലുള്ള റോളും ഞാൻ ചെയ്തു. ഞാൻ ഡേറ്റ എഞ്ചിനീയറിംഗ് ചെയ്തിട്ടുണ്ട്. അവിടെ വിഷ്വലൈസേഷൻസ്, റിപ്പോർട്ടിംഗ്, ഡേറ്റ മോഡലിംഗ്, പൈപ്പ് ലൈൻ ഡെവലപ്മെന്റ്, അതെല്ലാം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇയർഗോ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ആക്ച്വലി ഡേറ്റ സയൻസ് ടീമിനെ ലീഡ് ചെയ്യാൻ ഒരു ജോബ് കിട്ടി. അവിടെ നമ്മൾ സിനക്രോണിൽ മെയിൻലി നമ്മൾ പ്രോഡക്റ്റ് അനലിറ്റിക്സ് ഫീൽഡിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ ഈ പ്രോഡക്ട്സ്, നമ്മൾ അഷ്യൂറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഡക്ട്സ് എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം, പ്രോഡക്റ്റ് ഫീച്ചേഴ്സ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, അത് ആ ഫീൽഡിൽ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ സിനക്രോണിൽ വർക്ക് ചെയ്തിട്ടുണ്ടപ്പം. പക്ഷെ ഇയർഗോയിൽ ജോയിൻ ചെയ്തതിനു ശേഷം ഒരു ഡേറ്റ സയൻസ് ടീം, സെൻട്രലൈസ്ഡ് ഡേറ്റ സയൻസ് ടീമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അവിടെ നമ്മൾ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, കസ്റ്റമർ എക്സ്പീരിയൻസ്, അപ്പം എല്ലാ ടീമിനോടും നമ്മൾ ക്ലോസ് കൊളാബറേഷൻ ചെയ്തിട്ട് നമ്മൾ ഡേറ്റ സയൻസ് പ്രോജക്റ്റ് ചെയ്യുമായിരുന്നു. അപ്പം അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഇൻഫീനിയൻ ടെക്നോളജീസ്. ഇൻഫീനിയൻ ഒരു സെമി കണ്ടക്ടർ ഓർഗനൈസേഷനാണ്. അപ്പം അതൊരു ഹ്യൂജ് ഓർഗനൈസേഷനാണ്, ഹ്യൂജ് കമ്പനിയാണ്, ഗ്ലോബൽ കമ്പനിയാണ്. അപ്പം മൾട്ടിപ്പിൾ ഡേറ്റ സയൻസ് ടീംസ് ഉണ്ട് ഇൻഫീനിയനിൽ. അപ്പം നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ടീം ഡിജിറ്റൽ കസ്റ്റമർ എക്സ്പീരിയൻസ്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിലെ വർക്കിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ മേജർലി ഫോക്കസ് ചെയ്യുന്നത് ഹൗ ഡു വി ഐഡന്റിഫൈ more customers from digital who are coming to the website, how do we increase customer experience in the website, അങ്ങനെയൊക്കെയുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് അറ്റ് ഇൻഫീനിയൻ.
ഓ, ഓക്കെ ഓക്കെ. അപ്പം ലാസ്റ്റ് ഒരു 2-3 വർഷമായിട്ട് ഞാൻ മെയിൻലി ലീഡർഷിപ്പ് റോളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ടെക്നിക്കൽ പരമായിട്ട് ഞാൻ ആക്ച്വലി എൻ്റെ ഫസ്റ്റ് 2 ജോബ്സിൽ ഞാൻ കുറച്ചൊക്കെ ചെയ്തിട്ടുള്ളൂ. അപ്പം ലാസ്റ്റ് 2-3 ഇയേഴ്സ് ആയിട്ട് ഞാൻ മെയിൻലി ലീഡർഷിപ്പ് റോൾസ് ആണ് ചെയ്യുന്നത്. ഓ, ഓക്കെ ഫൈൻ. സോ നമ്മുടെ വേറെ ഇതില് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ക്വസ്റ്റ്യൻസ് നമുക്ക് പോകെ പോകെ ചോദിക്കാം. ഓക്കെ. ഓക്കെ. സോ ഓക്കെ. അല്ല IIT അപ്പൊ NIT റൂർക്കേലോ, അപ്പൊ NIT. NIT റൂർക്കേലുള്ള ജേർണി എങ്ങനെയായിരുന്നു? പോസ്റ്റ് ജേർണി, കാരണം പലർക്കും അങ്ങനത്തെ അംബീഷൻ ഒക്കെ കാണും ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുന്നതിൽ. സോ ആ ഒരു ജേർണി അതെ പറയാം, അതെ. അതിന്റെ പ്രിപ്പറേഷൻസ് എന്തായിരുന്നു? പ്രിപ്പറേഷൻ ആക്ച്വലി ഞാൻ ബാച്ചിലേഴ്സ് 2 വർഷം കഴിഞ്ഞപ്പോഴേ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു മാസ്റ്റേഴ്സ് ചെയ്യണമെന്ന്. അപ്പൊ അതിനനുസരിച്ച് ഞാൻ ഗേറ്റിന്റെ പ്രിപ്പറേഷൻ ആ സമയത്ത് തുടങ്ങിയായിരുന്നു. ഓക്കെ. അപ്പം ഗേറ്റ് എഴുതി നല്ല റാങ്ക് കിട്ടി. പ്രതീക്ഷിച്ച റാങ്ക് കിട്ടിയില്ല ആ, സത്യം പറഞ്ഞാൽ. IIT ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്തത്, പക്ഷേ NIT-യിൽ അഡ്മിഷൻ കിട്ടി. ഉം, പിന്നെ ആദ്യം വിചാരിച്ചത് ഈ മെക്കാനിക്കൽ ഫീൽഡിൽ തന്നെ തെർമൽ എഞ്ചിനീയറിംഗ് അങ്ങനെ എന്തെങ്കിലും ഫീൽഡിൽ മാസ്റ്റേഴ്സ് ചെയ്യാനായിരുന്നു. ഉം, പക്ഷേ എൻ്റെ ബ്രദർ ആക്ച്വലി IT ഫീൽഡിൽ തന്നെയാണ്. അപ്പം ഉം. ബ്രദർ ആക്ച്വലി ഓസ്ട്രേലിയയിലാണ് ഇപ്പം. അപ്പം ഓക്കെ. ബ്രദർ പറഞ്ഞ ഓക്കെ, അനലിറ്റിക്സ് ഫീൽഡ് ആക്ച്വലി നല്ല ബൂമിംഗ് ഫീൽഡാണ്. അപ്പം NIT റൗർക്കിൽ ഞാൻ ഈ കോഴ്സ് കണ്ട് ഡ്യൂറിങ് ഞാൻ ഈ കൗൺസിലിംഗ് ചെയ്തുകൊണ്ടിരുന്നപ്പം. ഓക്കെ. അപ്പം അങ്ങനെയാണ് ബ്രദർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് ആക്ച്വലി ഡേറ്റാ സയൻസിലോട്ട് വന്നത് ഞാൻ. അതെ. അങ്ങനെയാണ് ഞാൻ NIT റൗർക്കേലയിൽ മാസ്റ്റേഴ്സ് അല്ല, ആ അനലിറ്റിക്സ് സമയത്ത് എടുത്തത്. ഡേറ്റാ സയൻസിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാമോ? അത് ബ്രദർ പറഞ്ഞ ഒരു ഗട്ട് ഫീലിംഗിൽ ജോയിൻ ചെയ്യായിരുന്നു? ബ്രദർ പറഞ്ഞ ഗട്ട് ഫീലിംഗിലായിരുന്നു ജോയിൻ ചെയ്തത്. പിന്നെ പറഞ്ഞതിന് ശേഷം കുറച്ച് റിസർച്ച് ഒക്കെ ചെയ്ത്, പിന്നെ എനിക്ക് ആക്ച്വലി കോഡിംഗിൽ ഓൾറെഡി ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ചെയ്ത പ്രോജക്ട്സ് യൂണിവേഴ്സിറ്റി അല്ല ബാച്ചിലേഴ്സിൽ ചെയ്ത പ്രോജക്ട്സിലൊക്കെ ഒരുപാട് കോഡിംഗ് ഇൻവോൾവ് ഉണ്ടായിരുന്നു. അപ്പം കോഡിങ്ങിൽ എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ NIT റൗർക്കേലിലോട്ട് മാസ്റ്റേഴ്സ് ചെയ്യാൻ പോയത്. പിന്നെ അവിടെ ആക്ച്വലി അവിടെ ചെന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് UNC ഷാർലറ്റുമായിട്ട് ടൈപ്പ് ഉണ്ട്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അങ്ങനെ ആ കോഴ്സിൽ ജോയിൻ ചെയ്ത 8 പേരിൽ 3 പേര് NIT UNC ഷാർലറ്റിലോട്ട് വന്നു. ബാക്കി 5 പേര് അവിടെ തന്നെ നിന്ന് അവർ മാസ്റ്റേഴ്സ് കണ്ടിന്യൂ ചെയ്തു. ഓക്കെ. 8 പേരായിരുന്നു ആ ബാച്ചിൽ ഉണ്ടായിരുന്നത്? അതെ അതെ, 8 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഏത് വർഷമായിരുന്നു? അത് 2014 അല്ല 2015. 2015. ഓക്കെ. സോ ഡേറ്റാ സയൻസ് സ്റ്റാർട്ടിങ് കരിയർ. ഓക്കെ. സോ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഡേറ്റാ സയൻസ് എന്തൊക്കെ സ്കിൽസ് ആയിരിക്കും എസെൻഷ്യൽ ആയിട്ട് വേണ്ടത്? അതിനും ഓക്കെ, നമുക്ക് കുറച്ച് മുമ്പിലോട്ട് പോയ സ്ലൈഡ് ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പം ഓക്കെ ഫൈൻ. അപ്പം സ്ലൈഡ് എടുത്തോളൂ, ഇൻ ബിറ്റ്വീൻ ക്വസ്റ്റ്യൻസ് ഓക്കെ ചോദിക്കാം. ഓക്കെ. ഓക്കെ 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 ഡെഫിനറ്റ്ലി. ഞാൻ ആക്ച്വലി നെക്സ്റ്റ് സ്ലൈഡ് ഇട്ടേക്കുന്നത് ഒരു ടിപ്പിക്കൽ ഓർഗനൈസേഷനിൽ നമ്മൾ ഡേറ്റ ലാൻഡ്സ്കേപ്പ് എങ്ങനെയായിരിക്കും എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ഇത് കുറച്ച് കോംപ്ലക്സ് ആണെന്ന് അറിയാം, പക്ഷേ നമ്മുടെ ഓർഗനൈസേഷനിൽ ഇതിലും കോംപ്ലക്സ് ആയിട്ടുള്ള ആർക്കിടെക്ചർ ആണ് ഉള്ളത്. അപ്പം ബേസിക്കലി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ട്രൈ ചെയ്യാം ഇവിടെ. അപ്പം നമുക്ക് ഒരു കമ്പനിയിൽ ഒരുപാട് സിസ്റ്റംസ് ഉണ്ടായിരിക്കും. ഒരു പ്രോഡക്റ്റിൽ നിന്ന് നമുക്ക് ഡേറ്റ കിട്ടും, വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ഡേറ്റ കിട്ടും, ആപ്പിൽ നിന്ന് നമുക്ക് ഡേറ്റ കിട്ടും. ആ ഡേറ്റയൊക്കെ നമുക്ക് ഈ ഡേറ്റ ഇന്റഗ്രേഷൻ ലെയർ വെച്ചിട്ട് നമ്മൾ ഡേറ്റ ലേക്കിലോട്ട് കൊണ്ടുവരും. എന്നിട്ട് ഡേറ്റ ലേക്കിൽ നിന്ന് നമ്മൾ ഇതർ ഈ NoSQL DBയോ അല്ലെങ്കിൽ ബിഗ് ഡേറ്റ പ്രോസസ്സിംഗ് ഹൈവ് അല്ലെങ്കിൽ അപ്പാച്ചി സ്പാർക്ക് അങ്ങനെയുള്ള ടൂൾസ് ഉപയോഗിച്ച് നമ്മൾ അതിനെ പ്രോസസ് ചെയ്ത് നമ്മൾ അനലിറ്റിക്സ് ടീമിനെ ഈസിലി ആക്സസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സിമാൻറ്റിക് ലെയർ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ അനലിറ്റിക്സ് ടൂളിൽ സിമാൻറ്റിക് ലെയർ ആക്ച്വലി ഒന്നുമില്ല, ഇത് ബേസിക്കലി ആക്സസ് കൺട്രോൾ ആണ്. അപ്പം നമ്മൾ ഈ ഇവിടെ ഡേറ്റ പ്രോസസ്സിംഗ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് നമ്മൾ ആക്ച്വലി ആക്സസ് കൺട്രോൾ ചെയ്യണം. എന്ന് വെച്ചാൽ ഇപ്പം സപ്ലൈ ചെയിൻ അനലിറ്റിക്സ് ടീംസ് ഉണ്ടായിരിക്കും, ഫോർ എക്സാമ്പിൾ മാർക്കറ്റിംഗ് ടീം അനലിറ്റിക്സ് ഉണ്ടായിരിക്കും. അപ്പം ഈ സപ്ലൈ ചെയിൻ അനലിറ്റിക്സ് ടീം അവർക്ക് ആവശ്യമുള്ള ഡേറ്റ അവർ ആക്സസ് ചെയ്യാവും. അതൊരു ഡേറ്റ സെക്യൂരിറ്റിയുടെ ഒരു പ്രോട്ടോകോൾ ആയിരിക്കും. അപ്പം ആ ഡെഫിനിഷൻസ് ഒക്കെ നമ്മൾ സിമാൻറ്റിക് ലെയർ ആൻഡ് ഗവേണൻസ് ഈ ലെയറിലാണ് അവർ ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പം ഇൻഫീനിയനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിസ്റ്റം ഡിഫറെന്റ് സിസ്റ്റംസ് നിന്ന് വരുന്ന ഡേറ്റ നമ്മൾ ഡേറ്റ ലേക്കിൽ കൊണ്ടുപോയിട്ട് അവര് ആക്ച്വലി ഇവിടെ ഹഡൂപ്പ് വെച്ചിട്ട് ട്രാൻസ്ഫോം ചെയ്ത്
നമുക്ക് ആക്ച്വലി ഒരു ഡെനോഡോ എന്ന് പറഞ്ഞ ഡേറ്റ വിർച്വലൈസേഷൻ ലെയർ ഉണ്ട്. ആ ഡേറ്റ വിർച്വലൈസേഷൻ ലെയർ വെച്ചിട്ടാണ് നമുക്ക് ഇവിടെ ആക്സസ് തരുന്നത്. ഇത് ആക്ച്വലി ജസ്റ്റ് നമുക്ക് ഡേറ്റ അനലിറ്റിക്സ് ടീമിനും ഡേറ്റ സയൻസ് ടീമിനും നമ്മൾ ആക്സസ് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത്. കാരണം ഈ വർക്ക് ഈ ഭാഗത്ത് നമ്മൾ ആക്ച്വലി ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യണ്ട നമുക്ക്. ഇപ്പൊ ഇതാണ് ആക്ച്വലി ടിപ്പിക്കലി ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്ന ഒരു ഡേറ്റ ലാൻഡ്സ്കേപ്പ്. ഇതില് വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഓക്കെ, ഞാനൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ ഡേറ്റ എഞ്ചിനീയേഴ്സ്, ഡേറ്റ അനലിസ്റ്റുകൾ, ഡേറ്റ സയൻസ്, ഇവർ മൂന്നുപേരും ഈ ലെയറിൽ എവിടെയൊക്കെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്? അതെ. സോ ഡേറ്റ എഞ്ചിനീയേഴ്സ് യൂഷ്വലി ഈ ലെയറിലായിരിക്കും, ഇവിടെ ബിറ്റ്വീൻ ഡേറ്റ ഇന്റിഗ്രേഷൻ ആൻഡ് സിമാൻറ്റിക് ലെയർ. അവർ ഇവിടെ ആയിരിക്കും, അവർ ETL പ്രോസസ്സസ് ഒക്കെ അവരാണ് ഓൺ ചെയ്യുന്നത്. അപ്പം അവർ മെയിൻലി ഇവിടെ ആയിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഡേറ്റ സയൻസ് ആൻഡ് ഡേറ്റ അനലിറ്റിക്സ് ഇവിടെ ആയിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ സിമാൻറ്റിക് ലെയർ കഴിഞ്ഞതിന് ശേഷം. അപ്പം അവര് മെയിൻലി ഡേറ്റ അനലിസ്റ്റ് ആൻഡ് ഡേറ്റ സയന്റിസ്റ്റിന്റെ കമ്പനി, അവര് ആക്ച്വലി കാണുന്ന ഡേറ്റ ഇവിടെ അവർക്ക് ആക്സസ് ഉള്ള ഡേറ്റ ആയിരിക്കും. അവർക്ക് ആക്ച്വലി ഇവിടെ വിസിബിലിറ്റി ഉണ്ടായിരിക്കില്ല ഒരുപാട്. So in sense, data engineers accessible ആക്കി കൊടുക്കും for the data analyst and data scientist. ഡേറ്റ ട്രാൻസ്ഫോം ചെയ്ത് എളുപ്പത്തിന് നമുക്ക് ഇൻസൈറ്റ്സ് കണ്ടുപിടിക്കാനുള്ള രീതിയിൽ അവര് ഫോർമാറ്റ് ചെയ്യും. അതാണ് ഡേറ്റ എഞ്ചിനീയേഴ്സ് ടിപ്പിക്കലി ചെയ്യുന്നത്. So anyone have any doubt? ഇല്ലാന്ന് തോന്നുന്നു. Okay. ആക്ച്വലി ഒരു കാര്യം കൂടെ ഇവിടെ കവർ ചെയ്യാൻ എനിക്ക് ഉണ്ടായിരുന്നു. ആക്ച്വലി ഈ ഒരു ആർക്കിടെക്ചറിൽ ഒരു ടിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു മോസ്റ്റ് കോമൺ ഫെയിലിയർ പോയിന്റ് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഫോർമേഷൻസിൽ ഡേറ്റ ലോസ് ആവാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെ നമ്മൾ ഡേറ്റ എഞ്ചിനീയേഴ്സ് എഴുതുന്ന ലോജിക്ക് അവർ ചിലപ്പം ഒരു ഷോർട്ട് ടേം വിഷൻ വെച്ചിട്ടായിരിക്കും എഴുതുന്നത്. പക്ഷേ അത് ആക്ച്വലി നമുക്കത് വിസിബിൾ അല്ലെങ്കിൽ ഡേറ്റ ലോസ് ആവാൻ ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇവിടെ വെബ്സൈറ്റിൽ ഒരു കസ്റ്റമർ വന്നിട്ട് പറയാണ്, ഓക്കെ നമ്മളെ നിങ്ങളുടെ പ്രോഡക്റ്റ് നമുക്കത്ര ഫീസിബിൾ അല്ല, കുറച്ച് ബെറ്റർ ആയിട്ടുള്ള പ്രോഡക്റ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ആ ഒരു ഫീഡ്ബാക്ക് നമുക്ക് ഇവിടെ ഈ ട്രാൻസ്ഫോർമേഷൻ ലെയറിലോ അല്ലെങ്കിൽ ഈ ലോജിക് ലെയറിലോ ലോസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഇൻസൈറ്റ് ഇവിടെ കാണാൻ പറ്റില്ല. അപ്പം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന മെട്രിക്സ് പോസിറ്റീവ് ആയിരിക്കും, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ പോസിറ്റീവ് ആയിരിക്കും. അപ്പം ഹൗ ഡു വി ബ്രിഡ്ജ് ദിസ് ഗ്യാപ്പ് ബിറ്റ്വീൻ വാട്ട് ദ കസ്റ്റമർ സേസ് ആൻഡ് വാട്ട് വി ആർ സീയിങ്? അതാണ് ആക്ച്വലി ഒരു ഓർഗനൈസേഷനിൽ ടിപ്പിക്കലി നോക്കി കഴിഞ്ഞാൽ ഒരു ബിഗസ്റ്റ് ചാലഞ്ച്. എസ്പെഷ്യലി ഇൻഫീനിയനിൽ ഇതൊരു വലിയൊരു ചാലഞ്ചാണ്. കാരണം നമുക്ക് ഇവിടെ ഒരുപാട് വിസിബിലിറ്റി ഇല്ല, ഈ ഭാഗത്ത് ഒരുപാട് വിസിബിലിറ്റി ഇല്ല. അപ്പം നമ്മളെ IT ടീമുമായിട്ട് കോൺസ്റ്റന്റ്ലി മീറ്റിംഗ്സിലാണ്. വൈ ഇറ്റ് ഡസന്റ് മേക്ക് സെൻസ്, സം ഓഫ് ദ ഡേറ്റ ദാറ്റ് വി ആർ സീയിങ്, വാട്ട് ഈസ് മിസ്സിങ്, വാട്ട് ഈസ് നോട്ട് മിസ്സിങ്. അതൊരു കോൺസ്റ്റന്റ് ബാറ്റിലാണ് നമുക്ക്. ഇപ്പൊ നമ്മൾ ആക്ച്വലി ഇതിനെ കുറിച്ച് ഓൾറെഡി ചെറുതായിട്ട് ഡിസ്കസ് ചെയ്തായിരുന്നു. ടൈപ്സ് ഓഫ് ഡേറ്റ പ്രൊഫഷണൽസ്, ലൈക്ക് ഡേറ്റ എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഡേറ്റ അനലിസ്റ്റ് ഉണ്ട്, ഡേറ്റ സയന്റിസ്റ്റ് ഉണ്ട്, ML എഞ്ചിനീയേഴ്സ് ഉണ്ട്. സോ ഡേറ്റ എഞ്ചിനീയേഴ്സ്, ലൈക്ക് ഐ സെഡ്, ഡേറ്റ എഞ്ചിനീയേഴ്സ് യൂഷ്വലി അവർ കൂടുതലും ഡേറ്റ പൈപ്പ്ലൈൻസ്, ഡേറ്റാ ബേസസ്, ഡേറ്റ ടൂൾസ്, അവർ ഡിഫറെന്റ് സിസ്റ്റംസിൽ നിന്ന് ഡേറ്റ എങ്ങനെ ഒരു കൺസ്യൂമബിൾ ഫോമിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും, ഹൗ ഡു വി മേക്ക് ഇറ്റ് അവൈലബിൾ ഫോർ ഡേറ്റ അനലിസ്റ്റ് സോ ദാറ്റ് ഈസിലി ആക്സസ് ഇറ്റ്. അതാണ് അവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഡേറ്റ അനലിസ്റ്റ് മെയിൻലി ഫോക്കസ് ചെയ്യുന്ന വെച്ചാൽ മെട്രിക്സ് ആൻഡ് റിപ്പോർട്ടിംഗ്, KPIs അവർ ഡിഫൈൻ ചെയ്യും, KPIs ട്രാക്ക് ചെയ്യണം, അതിന് ഡാഷ്ബോർഡ്സ് ഉണ്ടാക്കണം, ബിസിനസ് ഇൻസൈറ്റ്സ് കൊടുക്കണം സ്റ്റേക്ക് ഹോൾഡേഴ്സിന്, ഡേറ്റ വിഷ്വലൈസേഷൻ ഉണ്ടാക്കണം, സ്റ്റോറി ടെല്ലിംഗ് ഇസ് ഓൾസോ ബിഗ് പാർട്ട് ഓഫ് വാട്ട് ദേ ഡു, ഡേറ്റ അനലിസ്റ്റ് ഡു. ഡേറ്റ സയന്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവര് what can we do to improve the metrics that data analysts are preparing or providing? അപ്പൊ അതിന് നമ്മൾ സ്റ്റാറ്റ്സ് ആൻഡ് ML മോഡലിംഗ്, അത് നമ്മൾ ആക്ച്വലി ഒരു ടൂളാണ്, ML മോഡലിംഗ് ടൂൾ ആയിട്ട് നമ്മൾ ഉപയോഗിക്കും. How to make a change to optimize the KPIs that we are reporting. Stats and ML model, inference, experimentation. അവർക്ക് ഇവിടെയും കുറച്ച് സ്കിൽസ് ആവശ്യമുണ്ട്. കാരണം ഡേറ്റ സയൻസും ഡേറ്റ അനലിസ്റ്റും they go hand in hand. So it's like
ഇവർ ഡേറ്റ അനലിസ്റ്റും ഇവിടെ കുറച്ച് നോളജ് ആവശ്യമുണ്ട് അവർക്ക്, ഈ സ്റ്റാറ്റ്സ് എം എൽ, ഇൻഫറൻസ്, എക്സ്പെരിമെന്റേഷൻ. പക്ഷെ അവർ മെയിൻലി ഡേറ്റ സയൻസ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് സ്റ്റാറ്റ്സ് ആൻഡ് എം എൽ മോഡലിംഗ്, ഇൻഫറൻസ് ആൻഡ് എക്സ്പെരിമെന്റേഷൻ ആയിരിക്കും. ഓക്കെ. ഇപ്പം പുതിയ ഒരു ഫീൽഡ്, പുതിയതല്ല പണ്ടേ ഉണ്ട് ഇത്, എം എൽ എഞ്ചിനീയേഴ്സ്. സോ എം എൽ എഞ്ചിനീയേഴ്സ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഈ ഡേറ്റ സയൻസ് ടീം ഡെവലപ്പ് ചെയ്യുന്ന മോഡൽസ് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറിൽ എങ്ങനെ ഡിപ്ലോയ് ചെയ്യാം, എങ്ങനെ പ്രൊഡക്ഷനൈസ് ചെയ്യാം, അതാണ് എം എൽ എഞ്ചിനീയേഴ്സ് ചെയ്യുന്നത്. ഡിപ്ലോയ്മെന്റ് മാത്രമേ ഇപ്പൊ കറന്റ് ചെയ്യുന്നുള്ളൂ എം എൽ എഞ്ചിനീയേഴ്സിന്റെ ജോബുകളെ? അതെ ഡിപ്ലോയ്മെന്റ് അതെ അതെ അതെ, ജസ്റ്റ് ഡിപ്ലോയ്മെന്റ് ആണ്. അവർക്കും എം എൽ എഞ്ചിനീയേഴ്സിനും നമ്മൾ ഈ മോഡൽ ഡെവലപ്മെന്റിന്റെയും സ്റ്റാറ്റ്സ് ആൻഡ് എം എൽ മോഡൽ, ഇൻഫറൻസ്, ഇതിന്റെ കുറച്ച് ബേസിക് നോളജ് ആവശ്യമുണ്ട്. കാരണം അവര് യൂഷ്വലി ഒരു എം എൽ എഞ്ചിനീയർ മോഡൽ ഡിപ്ലോയ് ചെയ്യുമ്പോൾ they need to make changes. They cannot deploy as provided by data science team. So അതുകൊണ്ട് അവർക്ക് ഇതിൽ നോളജ് വേണം ഈ ഏരിയസിൽ. പക്ഷെ അവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എഞ്ചിനീയറിംഗ്, പ്ലാറ്റ്ഫോം എഞ്ചിനീയറിംഗ്, അവർ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചറിൽ എങ്ങനെ മോഡൽ ഡിപ്ലോയ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്, എം എൽ എഞ്ചിനീയേഴ്സ്. ഓക്കെ. ആദർശ് ഭായ് എപ്പോഴെങ്കിലും മോഡൽ ഡിപ്ലോയ്മെന്റ് എങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അങ്ങനെ ഇത്രയും ക്ലിയർ ആയിട്ട് ഡിഫൈൻഡ് അല്ലായിരുന്നു. അപ്പൊ എല്ലാം ചെയ്യേണ്ടി വരുന്ന സാഹചര്യമായിരുന്നു അല്ലേ? അതെ, എല്ലാം ചെയ്യേണ്ടി വരുന്ന സാഹചര്യമായിരുന്നു. നമ്മള് ഓക്കെ. ഞാനൊരു 5-6 ഇയേഴ്സ് മുമ്പ് വർക്ക് ചെയ്തപ്പോൾ നമ്മളെക്കൊണ്ട് എല്ലാ പണിയും എടുപ്പിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ അല്ലേ, ഇപ്പം ഒരുപാട് അത് റിഫൈൻ ആയി. നമുക്ക് റിഫൈൻഡ് ആയിട്ട്. ഓക്കെ. സോ മോഡൽ ഡിപ്ലോയ്മെന്റ് ചെയ്യുന്ന സമയത്ത് വന്നിട്ടുള്ള പിറ്റ്ഫാൾസ് ഒക്കെ എന്തൊക്കെയാണ്? അതെങ്ങനെ അവോയ്ഡ് ചെയ്യാം? അതിനെക്കുറിച്ച് എന്തെങ്കിലും? ഞാൻ ആക്ച്വലി ചെയ്തുകൊണ്ടിരുന്നപ്പം മെയിൻ ഇഷ്യൂസ് ഞാൻ ഫേസ് ചെയ്യുന്ന പറഞ്ഞാൽ, നമ്മളെ ലാപ്ടോപ്പിൽ ട്രെയിൻ ചെയ്യുന്ന മോഡൽ അത് ഡയറക്ട്ലി എടുത്തിട്ട് അത് ഡിപ്ലോയ് ചെയ്യാൻ പറ്റില്ല. വി നീഡ് ടു ക്രിയേറ്റ് എ ഫ്രെയിം വർക്ക് ഫോർ മോഡൽ ട്രെയിനിങ് ടു മോഡൽ ഡിപ്ലോയ്മെന്റ്. നമുക്ക് ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ലൈബ്രറീസ് മാച്ച് ആവില്ല. വാട്ട് ഈസ് അവൈലബിൾ in cloud or infrastructure will be different from what you have in the personal laptop. അപ്പം അതിനനുസരിച്ചുള്ള ടൂൾസ് ഉപയോഗിക്കണം. അപ്പം അതിനനുസരിച്ച് നമുക്ക് കണ്ടെയ്നറൈസേഷൻ ടൂൾസ് ഉണ്ട്, ഡോക്കർ. ഇപ്പം നമുക്ക് ഡോക്കറിന്റെ അകത്ത് നമുക്ക് മോഡൽ ട്രെയിൻ ചെയ്യണം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ഈ ട്രയൽ ആൻഡ് എറർ വെച്ചിട്ടാണ് ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കുറെ പഠിച്ചത്. പക്ഷെ ഇപ്പൊ അതിനുള്ള റൈറ്റ് ഫ്രെയിംവർക്ക് ഉണ്ട്. ഇപ്പം നമ്മൾ ഒരു ആമസോണിന്റെ നോട്ട്ബുക്ക് എൻവയോൺമെന്റ്, ഞാൻ മറന്നുപോയി പേര്, ആമസോണിന്റെ മെഷീൻ ലേണിംഗ് നോട്ട്ബുക്ക് എൻവയോൺമെന്റ് ഉണ്ട്. അപ്പം അതിൽ തന്നെ നമുക്ക് മോഡൽ ട്രെയിൻ ചെയ്യാനും ഡിപ്ലോയ് ചെയ്യാനും ഉള്ള ടൂൾസ് ഉണ്ട്. ഡേറ്റ ഐക്യു വേറൊരു പ്ലാറ്റ്ഫോം ആണ് അതേപോലെ. അപ്പം അതിലും മോഡൽ ട്രെയിൻ ചെയ്യാനും ഡിപ്ലോയ് ചെയ്യാനുള്ള സെയിം ഫ്രെയിംവർക്ക് ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കുറെ പ്ലാറ്റ്ഫോം പ്രൊവൈഡഡ് ടൂൾസ് വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ നമ്മൾ ഈ ഹൗ ഡു വി ഐഡന്റിഫൈ വാട്ട് ഈസ് ദ റൈറ്റ് ടൂൾ ഫോർ ദ കമ്പനി, അതൊക്കെയാണ് നമ്മളിപ്പോൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. സോ ചാറ്റിൽ കുറച്ചൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻസ് Q&A എൻഡ് വെക്കാം, അത് ഇൻ ബിറ്റ്വീൻ ചോദിക്കാം. ഇൻ ബിറ്റ്വീൻ ചോദിക്കാം, കുഴപ്പമില്ല. ഓക്കെ ഫൈൻ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കുറെ പേര് പറഞ്ഞു, ഐ ഡോണ്ട് നോ ഹിസ് നെയിംസ്, കുറെ പേര് പറഞ്ഞു ഡേറ്റാ സയൻസ് ഫ്രഷേഴ്സിന് ജോബ് കിട്ടാൻ പാടാണ് എന്നുള്ളത്. സോ വാട്ട്സ് യുവർ ഒപ്പീനിയൻ? ഫ്രഷേഴ്സിന് ജോബ് കിട്ടും എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ വാട്ട്സ് യുവർ ഒപ്പീനിയൻ? ഫ്രഷേഴ്സിന് എനിക്ക് തോന്നുന്നില്ല ജോബ് കിട്ടാൻ പാടാണെന്ന്. കാരണം നമ്മള് ലൊക്കേഷൻ വൈസ് ചിലപ്പോൾ ട്രിവാൻഡ്രത്ത് എനിക്ക് അറിയില്ല എത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കുമെന്ന്. പക്ഷെ ബാംഗ്ലൂരിൽ നമ്മളെ ടീം ഇൻഫീനിയൻ എസ്പെഷ്യലി ഹയർ ചെയ്യുന്നുണ്ട്. പക്ഷേ ബാംഗ്ലൂരിൽ ഒരുപാട് സ്റ്റാർട്ടപ്സും ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ലൊക്കേഷൻസിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ റൈറ്റ് നോ മാർക്കറ്റ് കുറച്ച് ഡള്ളാണ്. അപ്പം അതിന്റെ ഇമ്പാക്ട് എന്തായാലും ഉണ്ടായിരിക്കും. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഡേറ്റ സയൻസ് ഒരു സ്റ്റിൽ ഗ്രോയിങ് ഫീൽഡാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കേപ്പബിലിറ്റീസ് ഇനിയും ബിൽഡ് ചെയ്യാനുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ജനറേറ്റീവ് AI വെച്ചിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ ഇപ്പൊ തുടങ്ങുന്നേ ഉള്ളൂ. കുറെ കമ്പനീസ് ഒക്കെ, കുറെ സ്റ്റാർട്ടപ്സ്, കുറെ പ്രോഡക്ട്സ് ഒക്കെ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പം അത് ഇപ്പം ബേസിക് ആയിട്ട് നമ്മൾ ML മോഡൽസ് പഠിച്ചു, ഡീപ്പ് ലേണിംഗ് മോഡൽസ് പഠിച്ചു, അത് വെച്ചിട്ട് ചിലപ്പോൾ ജോബ് കിട്ടാൻ പാടായിരിക്കും. ബട്ട് അവർ വില്ലിങ്നെസ് ടു ലേൺ മോർ. ഇപ്പം ഒരു ജനറേറ്റീവ് AI വെച്ചിട്ട് വേറെ എന്തെങ്കിലും അൽഗോരിതം പഠിക്കാനോ, അത് വെച്ചിട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒരു വില്ലിങ്നെസ് വെച്ചിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ എന്തായാലും എളുപ്പത്തിന് ജോലി കിട്ടും. കാരണം ഡേറ്റ സയൻസ്
കുറെ നാളായിട്ട് ഉണ്ടെങ്കിലും ഇപ്പോഴും ഒരു ഗ്രോയിങ് ഫീൽഡാണ്. ഒരു ഇൻഫൻസി സ്റ്റേജിലാണ് ഇപ്പോഴും ഡേറ്റ സയൻസ് ഫീൽഡ്. അപ്പം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇനിയും ഉണ്ട്. സോ എൻ്റെ ടേക്ക് പറയാം അതിൽ ഡെഫിനറ്റ്ലി ഫ്രഷേഴ്സിന് സ്കില്ലുണ്ട്. നമുക്ക് ഫ്രഷേഴ്സ് ആണ് എന്ന് പറഞ്ഞിട്ട് ജോലി ഒരു കമ്പനി റിജക്ട് ചെയ്യാറില്ല. ഇറ്റ്സ് ഹൗ വാല്യൂ ദാറ്റ് യു ക്യാൻ ആഡ് ഇൻ ദ കമ്പനി. കമ്പനിയിൽ നമ്മൾ എന്ത് വാല്യൂ ആഡ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നു എന്നതിലാണ് നമ്മൾ കമ്പനി ഒരിക്കലും നിങ്ങളെ ചുമ്മാ പേയ്മെന്റിലായിരിക്കും. നിങ്ങളെ വെച്ച് കമ്പനിക്ക് ഒരു ബില്ലബിൾ റിസോഴ്സ് ആക്കണം. ആ റിസോഴ്സ് വെച്ച് കമ്പനിക്ക് ക്ലയന്റിന്റെ നിന്ന് ബില്ല് പേയ്മെന്റ് കളക്ട് ചെയ്യണം. അതിൽ നിന്നൊരു ഭാഗമാണ് കമ്പനി. സോ നിങ്ങളൊരു ബില്ലബിൾ റിസോഴ്സ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട്, സ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഫ്രഷർ ആണോ എന്ന് നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഏതാണ്, ഇവൻ ബികോം ആണെങ്കിലും അല്ലെങ്കിൽ ഇവൻ ഗ്രാജുവേഷൻ അല്ലാത്ത പോലും എസ്പെഷ്യലി നല്ല മൾട്ടിനാഷണൽ കമ്പനി, ഇപ്പം ഗൂഗിളും ഫേസ്ബുക്കും ഈവൻ മിക്ക കമ്പനീസ് ഇപ്പൊ ഗ്രാജുവേഷൻ പോലും മാൻഡേറ്റ് ഉള്ള സ്കില്ലിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നതെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇല്ലേ ഭായ്? അതല്ലേ, ഗ്രാജുവേഷൻ വേണ്ട, നിങ്ങളുടെ സ്കില്ലിനാണ് ഇമ്പോർട്ടൻറ്റ്. സോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ കീപ്പ് ഓൺ ലേണിംഗ്. കാരണം ഡെയിലി മണിക്കൂർ വെച്ചാണ് ഈ ഒരു ഫീൽഡിൽ ഭയങ്കര ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ യു ഷുഡ് ഹാവ് ടു കീപ്പ് അപ്പ് വിത്ത് ദ ഇൻഡസ്ട്രി. എങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് ദ ജോബ്. അതെ, ശരിയാണ്. ഇപ്പം നമ്മളെ ടീം ഹയർ ചെയ്യുമ്പോഴും നമ്മള് ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് ഫോക്കസ് ചെയ്യാറില്ല. നമ്മൾ മെയിൻലി നോക്കുന്നത് ചെയ്ത പ്രോജക്ട്സും ഔട്ട്പുട്ടുമാണ് നോക്കുന്നത്. പ്രോജക്ട്സിന്റെ ഔട്ട്പുട്ടും അത് എങ്ങനെ ബിസിനസ്സിനോട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് നോക്കുന്നത്. ഓക്കെ, ഡേറ്റാ സയൻസ് പഠിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ 4 പ്രൊഫഷണൽ. സോ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നാസിന്റെ ആണ്. ഡേറ്റാ സയൻസ് പഠിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ 4 പ്രൊഫഷണൽ, അതായത് ഡേറ്റ എഞ്ചിനീയർ, ഡേറ്റ അനലിസ്റ്റ്, ഡേറ്റാ സയന്റിസ്റ്റ്, ML എഞ്ചിനീയർ, ഈ പ്രൊഫഷനിലും വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. സോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാസിദ് ആദർശമായ ഒപ്പീനിയൻ പറയുന്നത് ഞാൻ പറയാം. അതെ. സോ ഡേറ്റാ സയൻസ് പഠിക്കുന്നവർക്ക് ആക്ച്വലി നമ്മളെ ഒരു ഡേറ്റാ സയൻസ് കോഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ ആക്ച്വലി എല്ലാ ടെക്നിക്സും കുറച്ച് പഠിക്കുന്നുണ്ട്. കാരണം SQL പഠിക്കുന്നുണ്ട്, സ്റ്റാറ്റ്സ് ആൻഡ് ML മോഡലിംഗ്, ഇൻഫറൻസ് എക്സ്പെരിമെന്റേഷൻ, നമ്മൾ മോഡൽ ഡിപ്ലോയ്മെന്റ് പഠിക്കുന്നുണ്ട്, MLOps പഠിക്കുന്നുണ്ട്. സോ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്, ചിലപ്പോൾ ഡേറ്റാ സയൻസ് കോഴ്സിൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഇതാണെങ്കിലും നമ്മൾ ബാക്കിയുള്ള സ്കിൽസും അക്വയർ ചെയ്യുന്നുണ്ട്. ബട്ട് വെൻ യു സ്റ്റാർട്ട് എ കരിയർ ഇൻ ദിസ് ഫീൽഡ്, നിങ്ങളുടെ വർക്ക് മെയിൻലി ഈ ഫീൽഡിലായിരിക്കും. ബട്ട് ഒരു കോഴ്സ് പഠിക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ആക്ച്വലി വേണമെങ്കിൽ സ്വിച്ച് ചെയ്യാം 2 ഡിഫറെന്റ് ഫീൽഡ്സ് ഡിപ്പെൻഡിങ് ഓൺ where your interest is and where you find a job. ഓക്കെ, സോ എന്റെ ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വേണ്ടി പ്രിപ്പയർ ചെയ്യാതെ ഏതെങ്കിലും ഒന്നിൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുക. ഈവൻ ഇഫ് നിങ്ങൾക്ക് ഇപ്പോൾ ഡേറ്റ എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്കില്ലിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഡേറ്റ അനലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ്. 4 ഏതിലെങ്കിലും കിട്ടണം എന്നുള്ളത് യു ഷുഡ് ബി വെരി മച്ച് ഫോക്കസ്ഡ് ഓൺ തിങ്സ്. നിങ്ങൾക്ക് ക്ലാരിറ്റി വേണം. ഡേറ്റാ സയന്റിസ്റ്റ് ആകാൻ എന്തൊക്കെ എനിക്ക് അറിഞ്ഞിരിക്കണം, അതിൽ ഏത് സ്കില്ലാണ് എനിക്ക് കരിയറിൽ ഗ്രോത്ത് കൊണ്ടുതരുന്നത്, അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് നിങ്ങൾ കൺസിഡർ ചെയ്യണം. സോ ഏത് സ്കില്ലായിരിക്കും നിങ്ങൾക്ക് ഗ്രോത്ത് കൊണ്ടുതരണം. സോ അങ്ങനെ കൺസിഡർ നിങ്ങളുടെ ഫോക്കസ്ഡ് ആവുക എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി അതിൽ പറയാനുള്ളത്. So for a data scientist, what is the significance of our language in industry? I have heard it is mostly used in research purposes. So data scientistകൾക്ക് 6 ലാംഗ്വേജ് ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു പർപ്പസ് ഉണ്ടോ എന്നുള്ളതാണ്. നമ്മൾ ഇപ്പം എൻ്റെ കറണ്ട് കമ്പനിയിൽ ഒരുപാട് ഉപയോഗിക്കുന്നില്ല. കാരണം നമ്മളെ ഇൻഫ്രാസ്ട്രക്ചർ PySpark ഹൈവ് ആയതുകൊണ്ടാണ് നമ്മൾ യൂഷ്വലി കൂടുതലും PySpark കോഡാണ് ഉപയോഗിക്കുന്നത്. ഒരുപാട് വരുന്നില്ല. പക്ഷേ ക്വിക്ക് അനാലിസിസും വിഷ്വലൈസേഷനും ഒക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. കാരണം കമ്പയർഡ് ടു പൈത്തോൺ ഇറ്റ്സ് മച്ച് ഈസിയർ ടു ബിൽഡ് അനാലിസിസ് ആൻഡ് ഡു വിഷ്വലൈസേഷൻസ്. അപ്പം ഞാൻ 6 പ്രീവിയസ് കമ്പനീസിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇറ്റ്സ് സ്റ്റിൽ റെലവെന്റ് ടു ലേൺ ആർ. പിന്നെ ഇതെല്ലാം ട്രാൻസ്ഫറബിൾ നോളജ് ആണ്. കാരണം ആറ് പഠിച്ചതിന് ശേഷം പൈത്തോൺ വേറൊരു ലാംഗ്വേജ് പഠിക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ഞാൻ ആദ്യം പഠിച്ചത് ആറാണ്. ആക്ച്വലി പഠിച്ചതിന് ശേഷമാണ് ഞാൻ പൈത്തോൺ പഠിച്ചത്. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ലാംഗ്വേജസിൽ കോൺസെൻട്രേറ്റ്, നിങ്ങളുടെ ഡൊമൈൻ നോളജ്, നിങ്ങൾ പ്രോബ്ലം സോൾവിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ദാറ്റ് വിൽ ബി ബെറ്റർ. എസ്പെഷ്യലി ഡേറ്റാ സയൻസ് പോലുള്ള ഫീൽഡിൽ ഡൊമൈൻ നോളജും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.
അല്ല അതിപ്പോ ഞാൻ അത് വിശ്വസിക്കുന്നു. അതെ അതെ, ഡൊമൈൻ നോളജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡൊമൈൻ നോളജ് പ്രോബ്ലം സോൾവിങ്. ഭയങ്കരമായിട്ട് റിലവന്റ് ആണ്. ഇൻ അഡീഷൻ ടു ദാറ്റ് നിങ്ങൾ ടൂൾസിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രോബ്ലം സോൾവിങ് സ്കിൽസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്കിപ്പം പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലൊക്കെ വരുന്ന കൺസെപ്റ്റ്സ് ഒക്കെ ഇപ്പോൾ ആർ ആണെങ്കിലും പൈതൺ ആണെങ്കിലും ജാവ ആണെങ്കിലും സി ആണെങ്കിലും എല്ലാത്തിലും വരുന്ന കൺസെപ്റ്റ്സ് ഒക്കെ സിമിലർ ആണ്. അതിൽ വരുന്ന സിന്റാക്സിൽ മാത്രം വ്യത്യാസം. സോ ഒരു പർട്ടിക്കുലർ ടൂളിലോ ലാംഗ്വേജിലോ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ഡൊമൈൻ നോളജിലും ടൂൾസിലും ഡൊമൈൻ നോളജിലും പ്രോബ്ലം സോൾവിംഗിലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, വാട്ട് ഈസ് ഡൊമൈൻ നോളജ്? ഡൊമൈൻ നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ്. സോ ഡൊമൈൻ നോളജ് എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ ഇൻഫിനിയനിലാണ് ഒരു ഇപ്പം നമ്മളെ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയെ പറ്റിയുള്ള ബേസിക് നോളജ്, നമ്മളെ മെയിൻ പ്രോഡക്റ്റ് ടൈപ്സ് എന്തൊക്കെയാണ്, മെയിൻ കസ്റ്റമേഴ്സ് ആരൊക്കെയാണ്, ഏതൊക്കെ റീജൻസിലാണ് നമ്മൾ ഇത് കൂടുതൽ സെയിൽസ് നടക്കുന്നത്, ഏതൊക്കെ ടൈപ്പ് പ്രോഡക്ട്സ് ആണ് ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡൊമൈൻ നോളജ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആക്ച്വലി ഇപ്പം ഒരു ഡേറ്റ സയൻസ് കോഴ്സ് ചെയ്യുമ്പം ഡൊമൈൻ നോളജ് പ്രൊവൈഡ് ചെയ്യാൻ പാടായിരിക്കും. കാരണം എല്ലാ ഫീൽഡിലും നമുക്ക് ഡേറ്റ സയൻസ് ഡേറ്റ അനലിസ്റ്റ് ടീംസ് ഉണ്ട്. അപ്പം ഇത് ആക്ച്വലി ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തതിന് ശേഷമേ അത് അക്വയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഹൗ ക്വിക്ലി യു ക്യാൻ ലേൺ ദ ബിസിനസ്. നമുക്ക് കസ്റ്റമറിന് വേണ്ടിയുള്ള കാര്യങ്ങൾ എത്ര പെട്ടെന്ന് പഠിക്കാൻ പറ്റും, അതാണ് ആ ഒരു സ്കില്ലാണ് നമ്മൾ നോക്കുന്നത്. Is Julia will replace Python from data science? What is your opinion? കേട്ടില്ല, സോറി. ജൂലിയ എന്ന് പറയുന്നത് പൈത്തൺ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് റീപ്ലേസ് ചെയ്യോ ഡേറ്റാ സയൻസ് ഫീൽഡിൽ എന്നാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആക്ച്വലി ജൂലിയ ഞാൻ കേട്ടിട്ടുണ്ട്, അതൊരു ജാവ ബേസ്ഡ് NLP പ്രോസസ്സിംഗ് എഞ്ചിൻ ആണെന്ന് തോന്നുന്നത്. എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഇല്ല അതിൽ, പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നില്ല അത് റീപ്ലേസ് ചെയ്യുമെന്ന്. കാരണം പൈത്തോൺ ഒരു ഫുള്ളി ഡെവലപ്ഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അപ്പം നമുക്ക് ഈസിലി ഫുൾ സ്റ്റാക്ക് പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. വെബ് പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ പറ്റും, ഡെസ്ക്ടോപ്പ് ബേസ്ഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പം അതിൽ നമുക്ക് മെഷീൻ ലേണിംഗ് വെച്ചിട്ട് ആപ്ലിക്കേഷൻസ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് പൈത്തോൺ വെച്ചിട്ട്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഐ ഡോണ്ട് തിങ്ക് പൈത്തോൺ ക്യാൻ ബി റീപ്ലേസ്ഡ്. ആൻഡ് ഓൾസോ പൈത്തോൺ ഇറ്റ്സ് വെരി ഈസി ടു ലേൺ. ലേണിംഗ് ഭയങ്കര കുറവാണ്. കാരണം സിൻടാക്സ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുന്ന പോലെയാണ് പൈത്തോൺ ലാംഗ്വേജ് ഇരിക്കുന്നത്. അപ്പം ലേണിംഗ് ലോ ആയതുകൊണ്ട് അഡാപ്റ്റബിലിറ്റി എളുപ്പമാണ്, കോഡ് ഡെവലപ്മെന്റ് ഭയങ്കര എളുപ്പമാണ്, പെട്ടെന്ന് നമുക്ക് പ്രോഡക്ട്സ് റിലീസ് ചെയ്യാൻ പറ്റും പൈത്തോൺ വെച്ചിട്ട്. അപ്പം പൈത്തോൺ even though it is less efficient compared to other languages, it's heavily used. That's the reason for that. So I hope, Kiran, your question has been answered. So I have around 17 years of experience in various domains and trying to get into data science. So is it really hard to get into this domain? So No, it's not. I don't know it. So നമുക്ക് ആക്ച്വലി ഒരുപാട് പേര് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഡേറ്റ സയൻസിലോട്ട് വരുന്നുണ്ട്. കാരണം ഞാൻ ആദ്യം വർക്ക് ചെയ്ത കമ്പനി സിനക്രോൺ. ഞാൻ ആക്ച്വലി അത് കൺസൾട്ടന്റ് ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആക്ച്വലി എൻ്റെ കമ്പനി അഷൂരിയൻ എന്നുള്ള പേരുള്ള വേറൊരു കമ്പനിയായിരുന്നു. അപ്പം അവിടെ സെയിൽസ് ഏജൻസ് ആയിട്ട് വർഷങ്ങളോളം വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആക്ച്വലി ഡേറ്റ അനലിസ്റ്റ് കോഴ്സൊക്കെ പഠിച്ചിട്ട് ആക്ച്വലി നമ്മൾ ടീമിൽ ജോയിൻ ചെയ്യുമായിരുന്നു. അപ്പം അവർക്ക് ആക്ച്വലി ഒരുപാട് ഡൊമൈൻ നോളജും കാണും. അപ്പം അവരെ ഇൻപുട്ട് അവർ ചെയ്യുന്ന അനാലിസിസ് ആക്ച്വലി ഭയങ്കര സ്ട്രോങ്ങും ആയിരുന്നു. അപ്പം ഈ നമ്മൾ ആക്ച്വലി പഠിക്കുന്ന സ്കിൽസ് ബേസിക് ആയിട്ട് നമ്മൾ ഡേറ്റ അനലിസ്റ്റ് ആവാൻ പഠിക്കുന്ന സ്കിൽസ് SQL, പൈത്തോൺ, ടാബ്ലൂ, ഡാഷ്ബോർഡിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് പഠിക്കാൻ എളുപ്പമാണ്. പക്ഷേ വാട്ട് ഈസ് ഡിഫിക്കൾട്ട് ഈസ് ഗെയിനിങ് ബിസിനസ് നോളജ്. ഇപ്പം ഒരു 17 വർഷം ജോലി ചെയ്ത് ഈ ഡൊമൈനിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് ആ സെയിം ഡൊമൈനിൽ തന്നെ ഡേറ്റ അനലിസ്റ്റോ ഡേറ്റ സയന്റിസ്റ്റോ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഐ തിങ്ക് ദാറ്റ് പേഴ്സൺ വിൽ ബി വെരി സക്സസ്ഫുൾ. So നമുക്കൊരു കേസ് സ്റ്റഡി ഉണ്ട്, that I will tell. So ഒരു BDS ഡോക്ടറാണ്. സോ ഹിയേഴ്സ് ഓഫ് 2022 നല്ല ഏജിലാണ്, അപ്പോൾ അറൌണ്ട് 50 ഉണ്ട്. അപ്പം ഹി വാസ് ഇൻ യുകെയിലായിരുന്നു പുള്ളിക്കാരൻ. ഡോക്ടറായിട്ടാണ്, ഡെന്റൽ ഡോക്ടറായിട്ടാണ് വർക്ക് ചെയ്തത്. നാട്ടിൽ എന്തോ സാഹചര്യത്തിൽ പാരന്റ് ഡിമേജ് കാരണം നാട്ടിലൊന്ന് 2-3 years നിൽക്കേണ്ടത്. ആ സാഹചര്യത്തിൽ പുള്ളിക്കാരൻ ഡേറ്റാ സയൻസ് പഠിച്ചു. പുള്ളിക്കാരൻ പഠിച്ചതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരന് UK PR ഉണ്ട്. സോ പുള്ളിക്കാരൻ പറയുന്നത് പറഞ്ഞാൽ ഡേറ്റാ സയൻസ് ഡൊമൈൻ, ഹെൽത്ത് കെയർ ഡൊമൈനിലോട്ട് പുള്ളിക്കാരൻ ഡൊമൈൻ നോളജ് ഉള്ളതുകൊണ്ട് അവിടെ ഭയങ്കര സ്കോപ്പ് ആയിരിക്കും. കരിയർ ഗ്രോത്ത് ഒരു ഡെന്റൽ ഡോക്ടറെ കാട്ടി കൂടുതൽ അവിടെ കിട്ടും. സോ എനിക്ക് വേറൊരു കാര്യം പറഞ്ഞാൽ ഡേറ്റാ സയൻസ് എന്ന് പറയുന്നത് ടെക്നിക്കലിനെ കാട്ടി ഒരു ബിസിനസ് റിലേറ്റഡ് ജോബ് റോൾ ആണ് ബേസിക്കലി. സോ ഇഫ് യു ഹാവ് 17 years ഡൊമൈൻ എക്സ്പീരിയൻസ്, ദാറ്റ്സ്
ഗുഡ് ആൻഡ് വെൽ. സോ വേറൊരു ക്വസ്റ്റ്യൻ, ഞാൻ BSc മാത്സ് കഴിഞ്ഞ ഒരാളാണ്. പഠിച്ച കോളേജിൽ MSc ഡേറ്റ ഉണ്ട്. ഇയർ അതിന് പോകുവാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എടുക്കാതെ ഷോർട്ട് ടേം കോഴ്സ് എടുത്ത് സ്കില്ല് ഡെവലപ്പ് ചെയ്യണോ അതോ മാസ്റ്റേഴ്സ് എടുക്കണോ എന്നുള്ളത്? ഇറ്റ് ഡിപ്പെൻസ് ഓൺ യുവർ എൻഡ് ഗോൾ. ഇപ്പം ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വുഡ് സേ ഗോ ഫോർ MSc. ഇപ്പം ഡേറ്റ സയൻസ് ഡേറ്റ അനലിറ്റിക്സ് മാത്രം പഠിക്കാൻ വേണ്ടിയിട്ട് മാസ്റ്റേഴ്സ് ചെയ്യണമെന്നില്ല. ആക്ച്വലി നമുക്ക് ഇങ്ങനത്തെ ഇപ്പം എഡ്യൂർ ഓഫർ ചെയ്യുന്ന പോലത്തെ ഒരുപാട് കോഴ്സസ് ഉണ്ട്. ആക്ച്വലി നമുക്ക് തനിയെ പഠിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്, ഫ്രീ ആയിട്ടുള്ള കോഴ്സസ് ഉണ്ട്. അപ്പം അത് ഒരു ഒരു ആക്ച്വലി റെസ്യൂമേയിൽ നമുക്ക് വയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ കോഴ്സസ് പ്രൊവൈഡ് ഓൾറെഡി ചെയ്യുന്നുണ്ട്. അപ്പം ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി ആക്ച്വലി വേണമെന്നില്ല എൻ്റെ അഭിപ്രായത്തിൽ. what do you think? യെസ്, എന്റെ ഒപ്പീനിയൻ തന്നെ. കാരണം നമ്മൾക്ക് ഇപ്പോഴത്തെ കാലത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒരു കാര്യമില്ല, പേഴ്സണലി എന്റെ ഒപ്പീനിയൻ. കാരണം നമ്മളിപ്പോൾ കോളേജിൽ ഇപ്പം ഇവൻ ഡോക്ടറേറ്റ് എടുത്തവർക്ക് പോലും ഒരു സ്കില്ലുള്ളതായിട്ട് തോന്നുന്നില്ല. അത് സർട്ടിഫിക്കറ്റ് വെക്കാന്നല്ലാതെ അവർക്കൊരു ഇൻഡസ്ട്രി ലെവലിൻ്റെ ആയിട്ടുള്ള സ്കില്ല് കാണും. ഇപ്പം മാസ്റ്റേഴ്സ് എടുക്കണം എന്നുള്ളത് വീട്ടുകാർ നിർബന്ധിച്ചല്ലെന്നുണ്ടെങ്കിൽ, ഇഫ് യു ഹാവ് അത്രത്തോളം അംബീഷ്യസ് ഒക്കെ ആണെങ്കിൽ മാസ്റ്റേഴ്സ് എടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഡിഗ്രി ഈസ് ഗുഡ് ആൻഡ് വെൽ ഫോർ കരിയർ ഗ്രോത്തിന് ഡിഗ്രി വേണം. ഓക്കെ, കാരണം ലോങ്ങർ ടൈമിൽ കരിയർ ഗ്രോത്തിൽ നല്ല പ്രോസ്പെക്ട്, നല്ല ഗ്രോത്ത് വരുന്ന സമയത്ത് ഡിഗ്രി കമ്പനീസ്, ഇപ്പം ഒരു മാനേജർ പൊസിഷനിലെ കമ്പനീസ് റാദർ +2 വെച്ച് കമ്പയർ ചെയ്യുന്ന ഒരാൾക്കായിട്ട് ഡിഗ്രി പ്രിഫർ ചെയ്യാണ്. സോ ഡിഗ്രി ഈസ് വെൽ ഫൈൻ. അല്ലാതെ മാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് 2 വർഷം ഇനി കളയണം എന്നുള്ളത് ഞാൻ പറഞ്ഞത്. റാദർ ഗോ ഫോർ സ്കിൽ. അതിപ്പം എന്ത് ഡേറ്റാ സയൻസിന്റെ സ്കില്ലാണെങ്കിലും സോഫ്റ്റ്വെയർ എന്ത് സ്കില്ലാണെങ്കിലും അപ്സ്കിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, സ്കില്ല് നേടാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ മാസ്റ്റേഴ്സ് ചെയ്ത ഒരു പേഴ്സണൽ ഗോൾ വെച്ചിട്ടാണ്, പ്രൊഫഷണൽ ഗോൾ അല്ല. ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സ് കൂടെ വേണം എന്നുള്ളൊരു പേഴ്സണൽ ഒരു ആഗ്രഹം വെച്ചിട്ടാണ് ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തത്. പക്ഷേ യൂഷ്വലി എല്ലാവരും ചെയ്യുന്നത് ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ട് ഒരു 2 വർഷം ജോലി ചെയ്തിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഫീൽഡ് കണ്ടുപിടിച്ചിട്ട് ആ ഫീൽഡിൽ ഒരു സ്പെഷ്യലൈസേഷൻ രീതിയിലാണ് എല്ലാവരും മാസ്റ്റേഴ്സ് ചെയ്യുന്നത്. അപ്പം ഡിപ്പെൻസ് ഓൺ ഹൗ ഇൻട്രസ്റ്റഡ് യു ആർ in getting a master's degree. യെസ്. സോ അടുത്ത ക്വസ്റ്റ്യൻ, 4+ years കരിയർ ഗ്യാപ്പ് ഉണ്ട്, അപ്പോൾ ഡാറ്റ അനലിസ്റ്റ് ജോബ് കിട്ടാൻ ഡിഫിക്കൽട്ട് ആണ്. സോ കരിയർ ഗ്യാപ്പ് ഒന്നും നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. പിന്നെ കരിയർ ഗ്യാപ്പ് ഒന്നും ഈ ഇൻഡസ്ട്രി ലെവലിൽ നിങ്ങൾ സ്കില്ല് ഇടാന്നുള്ളതാണ്. ഇപ്പൊ ടെക്നിക്കലോ നോൺ ടെക്നിക്കലോ അങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ട്സ് ഒന്നും കമ്പനീസ് കൺസിഡർ ചെയ്യത്തില്ല. കമ്പനീസ് കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കില്ലുണ്ടോ, നിങ്ങൾക്ക് ഡൊമൈൻ, നിങ്ങൾക്ക് അവർ തരുന്ന വർക്ക് ചെയ്യാനുള്ള കാപ്പബിൾ ആണോ, നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടോ എന്നുള്ളത്. സോ അതാണ് കമ്പനീസ് കൺസിഡർ ചെയ്യുന്നത്. ഡേറ്റ അനലിസ്റ്റുകൾക്ക് ഇപ്പൊ സ്കോപ്പ് ഉണ്ടോ എന്നാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഡെഫിനറ്റ്ലി ഡേറ്റ അനലിസ്റ്റ് ടീംസിന് സ്കോപ്പ് ഡെഫിനറ്റ്ലി ഉണ്ട്. കാരണം നമ്മുടെ ആക്ച്വലി എൻ്റെ ടീമിലെ ഡേറ്റ അനലിസ്റ്റ് ടീം we are still hiring. We're still looking for new candidates in Bangalore location. So obviously ഈ ഡേറ്റ സയൻസും ഈ ജനറേറ്റീവ് AI ഒക്കെ വന്നതിന് ശേഷം ഒരുപാട് വിസിബിലിറ്റി ആ ഫീൽഡിന് ഉണ്ട്. പക്ഷേ നമ്മൾ ആക്ച്വലി ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് മെയിൻലി ചോദിക്കുന്നത് ജസ്റ്റ് റിപ്പോർട്ട്സ് ആണ്. അവർക്ക് ഇതൊന്നും ആവശ്യമില്ല. ഡേറ്റ സയൻസും നമ്മൾ ആക്ച്വലി അഡീഷണലി നമ്മൾ ഓക്കെ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഇന്ന KPIs ഇംപ്രൂവ് ചെയ്യാം എന്ന അഡീഷണൽ ഇൻപുട്ട് നമ്മൾ ആക്ച്വലി കൊടുത്തിട്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനാണ് നമ്മൾ ആക്ച്വലി നോക്കുന്നത്. പക്ഷെ അവർക്ക് കൂടുതലും ആവശ്യം റിപ്പോർട്ടിംഗ് ആൻഡ് മെട്രിക്സ്, ഡേറ്റ വിഷ്വലൈസേഷൻ, അതൊക്കെയാണ്. ഡേറ്റ സയൻസിൽ ഒരു ഓൺട്രപ്രണർ ആകുവാനുള്ള സ്കോപ്പ് ഇനിയും ഉണ്ടോ? ഡെഫിനറ്റ്ലി ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഡേറ്റ സയൻസ് still at infancy. So there's a lot of things that we can still do. ഇപ്പം ChatGPT ഒരുപാട് നമ്മൾ ജനറേറ്റീവ് AI വന്നതിന് ശേഷം ഒരുപാട് കമ്പനീസും മുമ്പോട്ട് വരുന്നുണ്ട്. അവരവരെ വേർഷൻസ് ഓഫ് ഡിഫറെന്റ് മോഡൽ. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അധികം ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. പക്ഷേ കാലിഫോർണിയ ഓർ ബാംഗ്ലൂർ ലൊക്കേഷനിലൊക്കെ ഒരുപാട് സ്റ്റാർട്ടപ്സ് വരുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഓൺടർപ്രണർഷിപ്പിന് സ്കോപ്പ് ഉണ്ട്. So what is the starting salary of a data science? Starting salary depends on the location, I would say. ഇപ്പം ബാംഗ്ലൂരിലൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 6 lakhs per annum, ഒരു ജൂനിയർ ഡേറ്റ സയൻറ്റിസ്റ്റിന് 6 lakhs per annum കിട്ടുമെന്നാണ് തോന്നുന്നത്. പക്ഷേ എനിക്ക് ഇന്ത്യയിലെ മാർക്കറ്റിനെ പറ്റി അധികം അറിഞ്ഞുകൂടാ. ഇവിടെ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന ലൊക്കേഷനിൽ ഒരു സ്റ്റാർട്ടിംഗ് സാലറി ഒരു $100,000 ആയിരിക്കും US.
സോ MBA ബിസിനസ് അനലിറ്റിക്സ് ഓർ MBA ഡേറ്റ സയൻസ്. സോ നേരത്തെ പറഞ്ഞതുപോലെ MBA ഇഫ് യു ആർ നിങ്ങൾക്ക് പാഷനേറ്റ് ആണെങ്കിൽ മാത്രമേ PG ഇതൊക്കെ റിലവൻസ് ആയിട്ടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ സ്കില്ലിനാണ് കമ്പനീസ് പ്രിഫറൻസ് കൊടുക്കുന്നത്. സോ ഇറസ്പെക്റ്റീവ് വെദർ ഇറ്റ്സ് MBA ബിസിനസ് അനലിറ്റിക്സ് ഓർ MSc ഡേറ്റ സയൻസ്, ഇറ്റ്സ് യുവർ സ്കിൽ വിച്ച് മാറ്റേഴ്സ് ഇൻ ദ ഇൻഡസ്ട്രി. HP എനിക്ക് അതാണ് HP എടുത്ത് പറയാനുള്ളത്. സ്കോപ്പ് സോ Django ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. എത്ര എക്സ്പെർട്ട് ഹായ്. സോ അനദർ ക്വസ്റ്റ്യൻ, കോഡിങ്ങിൽ അത്ര ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാൾക്ക് ഡേറ്റ സയന്റിസ്റ്റ് ആകാൻ കഴിയും? കോഡിങ്ങില് ഡേറ്റ സയൻസിനുള്ള റിലവൻസ്. ആക്ച്വലി കോഡിങ് ആവശ്യമില്ലാത്ത, കോഡിങ് നെസസറി അല്ലാത്ത ടൂൾസ് ഉണ്ട് ഒരുപാട്. സാസ്, ജംപ്, അങ്ങനത്തെ ടൂൾസ് ഒരുപാട് ഉണ്ട്. പക്ഷേ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള എല്ലാ ഡേറ്റ സയൻസ് ഓർഗനൈസേഷൻസും അവർ പ്രിഫർ ചെയ്യുന്നത് പൈത്തോണോ ആറോ അങ്ങനത്തെ ഏതെങ്കിലും കോഡിങ് ലാംഗ്വേജ്. കാരണം സിസ്റ്റംസുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് ഈ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ. ഇപ്പം നമുക്കൊരു വെബ്സൈറ്റിൽ ഒരു മോഡൽ ഡിപ്ലോയ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും പൈത്തോണിലാണെങ്കിൽ. അപ്പം ഈ സാസ് അങ്ങനെയുള്ള ടൂൾസിൽ നമുക്ക് ഇൻസൈറ്റ്സ് ഡിറൈവ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണെങ്കിലും ഇപ്പം ഒരു മോഡൽ ഡിപ്ലോയ് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ ടൂൾസ് വെച്ചിട്ട് ഭയങ്കര പാടായിരിക്കും. ഇഫ് യു ആസ്ക് മീ can you do it, you can, but usually I think ഈ ഹെൽത്ത് കെയർ ഫീൽഡിൽ അത് ലിമിറ്റഡ് ആണ്. ഹെൽത്ത് കെയർ ഫീൽഡിൽ മാത്രമേ ഇപ്പം അങ്ങനെയുള്ള ടൂൾസ്, എൻ്റെ ഒരു നോളജ് വെച്ചിട്ട് ഹെൽത്ത് കെയർ ഫീൽഡിൽ മാത്രമേ അങ്ങനത്തെ ടൂൾസ് ഇപ്പോൾ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി സാധാരണ ഈ ബിസിനസ്, ഈ പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനീസ് ഒക്കെ യൂഷ്വലി പൈത്തോൺ ഉണ്ട്, ആറിലാണ്. സോ നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ. അടുത്ത സ്ലൈഡ് സിമിലർ, ഐ മീൻ ഇറ്റ്സ് സെയിം ഇൻഫർമേഷൻ. ഏത് സ്കില്ലാണ് നമുക്ക് വേണ്ടത് ആസ് എ ഡേറ്റ സയന്റിസ്റ്റ് ഓർ ഡേറ്റ അനലിസ്റ്റ്. ഇത് ലാസ്റ്റ് സ്ലൈഡിൽ സെയിം ഇൻഫർമേഷൻ തന്നെയാണ്, ജസ്റ്റ് ബെറ്റർ വിഷ്വലൈസേഷൻ ആണെന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ ഒരു അഡീഷണൽ പോയിന്റ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞാൽ, നമ്മൾ ആക്ച്വലി ഈ സ്കിൽസ് ഒക്കെ നമ്മൾ ഇവിടെ സ്കൂളിലും കോഴ്സസിലും ഒക്കെ നമ്മൾ പഠിക്കുന്നുള്ളൂ. ML മോഡലിംഗ്, സ്റ്റാറ്റിസ്റ്റിക്സ്, റിപ്പോർട്ടിംഗ്, ഡേറ്റ വിഷ്വലൈസേഷൻ. ഇപ്പം ഡേറ്റ എഞ്ചിനീയറിംഗ് കോഴ്സ് ആണെങ്കിൽ ഡേറ്റാബേസ് സിസ്റ്റംസ്, ഡേറ്റ പൈപ്പ്ലൈൻസ്, ML മോഡലിംഗ് ഒക്കെ. അപ്പം ബാക്കി എക്സ്പെരിമെന്റേഷൻ, ബിസിനസ് ഇൻസൈറ്റ്, സ്റ്റോറി ടെല്ലിംഗ്, ഇത് മൂന്നും ആക്ച്വലി വെരി ക്രൂഷ്യൽ സ്കില്ലാണ് ഫോർ ബോത്ത് ഡേറ്റ സയന്റിസ്റ്റ് ആൻഡ് ഡേറ്റ അനലിസ്റ്റ്. പക്ഷേ ഇത് നമ്മൾ ആക്ച്വലി ഇറ്റ്സ് ഡിഫിക്കൽട്ട് ഫോർ സ്കൂൾ ഓർ കോഴ്സ് ടു പ്രൊവൈഡ്. അത് ആക്ച്വലി നമ്മൾ സ്വന്തമായിട്ട് കൾട്ടിവേറ്റ് ചെയ്യേണ്ട ഒരു കുറച്ച് സ്കിൽസ് ആണ്. അപ്പം അതൊരു ചാലഞ്ചിങ് ആണ്. അടുത്ത സ്ലൈഡ് എന്ന് പറഞ്ഞാൽ, what we need to do to create a successful career as a data scientist and data analyst. അപ്പം സ്കിൽ ലെവൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇത്രയും സ്കിൽസ് ഒക്കെയാണ് നമുക്ക് വേണ്ടത്. പക്ഷെ നമ്മുടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ തോട്ട് പ്രോസസ്സ് കുറച്ച് നമുക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സക്സസ് നമുക്ക് ഡേറ്റ സയന്റിസ്റ്റ്, ഡേറ്റ അനലിസ്റ്റ് ഫീൽഡിലുണ്ടാവും. കാരണം നമ്മൾ വി ആർ ഓൾവേസ് ഇൻ ക്ലോസ് കോൺടാക്ട് വിത്ത് ബിസിനസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ കമ്പനി ഗവേൺ ചെയ്യുന്ന ലീഡർഷിപ്പ് ടീമുമായിട്ട് നമ്മൾ ക്ലോസ് കോൺടാക്ട് ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ ആക്ച്വലി കറക്റ്റ് ഡേറ്റ റൈറ്റ് ടൈമിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വിസിബിലിറ്റി ഉണ്ടാവും, ഒരുപാട് ഗ്രോത്തും ഉണ്ടാവും. സോ for whatever you're doing, understanding why we are doing what we are doing is very important. ഇപ്പം ഒരാൾ വന്ന് ഒരു റിക്വസ്റ്റ് ചെയ്ത് ഡേറ്റ പുൾ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്ത്, പക്ഷേ അത് എന്തിനാണ് ആൾ ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ അത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ പുൾ ചെയ്യുന്ന ഡേറ്റ, നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്ന ഇൻസൈറ്റ്സ് തെറ്റാവാൻ സാധ്യതയുണ്ട്. അത് സ്റ്റേക്ക് ഹോൾഡറിന് ആവശ്യം വരുന്ന ഇൻസൈറ്റ് ആയിരിക്കില്ല. അപ്പം അണ്ടർസ്റ്റാൻഡിങ് ദ വൈ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് കഴിഞ്ഞിട്ട് ഒബ്വിയസ്ലി സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് പ്രസന്റേഷൻ സ്കിൽസ്. ഇത് നമ്മൾ ഡേറ്റ പുൾ ചെയ്തതിന് ശേഷം നമ്മൾ ആക്ച്വലി ഈ സ്റ്റേക്ക് ഹോൾഡറിനെ പറഞ്ഞ് മനസ്സിലാക്കാം. അപ്പം ഒരുപാട് വിഷ്വലൈസേഷൻസ് ടെക്നിക്സ് ഉണ്ട്, 3D ചാർട്ട്സ്, അങ്ങനെയുള്ള കുറേ ചാർട്ട്സ് ഉണ്ട്. അപ്പം നമ്മൾ മെയിൻലി നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത് ഈസി ടു അണ്ടർസ്റ്റാൻഡ് വിഷ്വലൈസേഷൻ, സിമ്പിൾ ബാർ ചാർട്ട്, സിമ്പിൾ ലൈൻ ചാർട്ട്സ്. നമ്മൾ ഡേറ്റ ഈസി ആയിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന വിഷ്വലൈസേഷൻ നമ്മൾ ചൂസ് ചെയ്യണം. പിന്നെ ഓൾസോ think your stakeholder is a 6-year-old child. This is a technique I think everyone knows probably. So stakeholder-നെ നമ്മളെ പ്രസന്റേഷൻ, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഡേറ്റ മനസ്സിലായില്ലെങ്കിൽ അവരത് അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പം ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഇറ്റ്സ് ഈസി ഫോർ ദം ടു കൺസ്യൂം. അപ്പം നമ്മൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ
അത് അവരുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് നമ്മൾ വർക്ക് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അക്വയറിങ് ടെക്നിക്കൽ സ്കിൽസ്. ഇപ്പം നിങ്ങൾ പഠിക്കുന്ന ടെക്നിക്സ് ഇപ്പം ഈ കോഴ്സിൽ നിന്ന് തന്നെ പഠിക്കുന്ന ഒരു ലിമിറ്റഡ് ടെക്നിക്സ് ആയിരിക്കും. പൈത്തോൺ, SQL, ടാബ്ലൂ, ഡാഷ്ബോർഡിങ്, അങ്ങനെയുള്ള ലിമിറ്റഡ് സ്കിൽസ് ആയിരിക്കും. പക്ഷേ ഈ സ്കിൽസ് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യുന്നില്ല. നിങ്ങൾ ചിലപ്പം ജോലി കയറിയിട്ട് കമ്പനി സ്പെസിഫിക് ടൂൾസ് പഠിക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ഇൻഫിനിയനിൽ നമ്മൾ ഹൈവ് ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിക്കുന്നുണ്ട്. PySpark അത് ഹ്യൂജ് ലേണിംഗ് കർവ് ആണ്. ഇപ്പം പൈത്തോൺ മാത്രം പഠിച്ചിട്ട് വരുന്ന ഒരാൾക്ക് PySpark വീണ്ടും പഠിക്കണം. ചിലപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ പ്ലാറ്റ്ഫോം മാറ്റും, പിന്നെ Databricks-ലോട്ട് പോകും, പിന്നെ അത് പഠിക്കണം. അപ്പം ലേണിംഗ് വിൽ നെവർ സ്റ്റോപ്പ്. ആൻഡ് ഓൾസോ മേക്ക് ഷുവർ ദാറ്റ് ലൈക്ക് സഹീർ സർ മെൻഷൻഡ്, നോളജ് എപ്പോഴും ട്രാൻസ്ഫറബിൾ ആയിരിക്കണം. അപ്പം നമ്മൾ ലോജിക് എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, ഒരു പർട്ടിക്കുലർ ടൂളിലല്ല. അപ്പം അതിലും കൂടെ നമ്മൾ ഫോക്കസ് ചെയ്യണം. Any questions here? Yes. There's another question. Could you please provide insights into potential opportunities abroad for someone with data science skills? Career growth prospective ആയിരിക്കും. പക്ഷേ ഫ്രഷർ ഡേറ്റ, ജൂനിയർ ഡേറ്റ സയൻസ് ഏതുവരെയുള്ള പൊട്ടൻഷ്യൽ എന്നാണ് ഡാനിയൽ ഉദ്ദേശിച്ചത്. So, could you be little bit... Okay, so ക്വസ്റ്റ്യൻ US-ലെ എന്തുമാത്രം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നല്ലേ? Yes. ഓക്കെ, ഡെഫിനറ്റ്ലി US-ൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഡേറ്റ സയൻസ് ഫീൽഡിലും ഡേറ്റ അനലിറ്റിക്സ്, ഡേറ്റ എഞ്ചിനീയറിംഗ് ഫീൽഡിലും ഇറ്റ്സ് എവർ ഗ്രോയിങ് ഫീൽഡ്. US-ൽ മാത്രമല്ല, ഇപ്പം നമ്മൾ ഇൻഫിനിയൻ ജർമ്മൻ ബേസ്ഡ് കമ്പനിയാണ്. US-നേക്കാളും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ജർമ്മനിയിലുണ്ട്. അപ്പം ഡെഫിനറ്റ്ലി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി മെയിൻ ചാലഞ്ച് നമ്മൾ വരുന്നത് ഇമിഗ്രേഷൻ ആണ്. അതൊരു ഒരു വേറൊരു ടൈപ്പ് ചാലഞ്ചാണ്, ഒരു സ്കിൽ ബേസ്ഡ് ചാലഞ്ച് അല്ല. അപ്പം നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത് നമുക്ക് ഈ ഫീൽഡ് ഇൻട്രസ്റ്റ് ആണോ എന്നാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പം ഡേറ്റ സയൻസോ ഡേറ്റ അനലിറ്റിക്സ് ഫീൽഡ് ഇൻട്രസ്റ്റിംഗ് ആണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഫീൽഡ് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഇപ്പോൾ ഇന്ത്യയിൽ ഒരു ജോലി കിട്ടിയതിന് ശേഷം if you do well, obviously you'll find more opportunities to go abroad. You'll find more opportunities to grow within the company if you're doing really well, if you like what you're doing. അങ്ങനെ അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ബട്ട് ഡെഫിനറ്റ്ലി US-ൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഈ ഫീൽഡ്സിൽ. സോ ആസ് എ ഫ്രഷർ, എന്തൊക്കെ ടൈപ്പ് പ്രോജക്ട്സ് ആണ് റെസ്യൂമിൽ ഉൾപ്പെടുത്തേണ്ടത് ഇന്റർവ്യൂ കോൾ കിട്ടാൻ? ഇന്റർവ്യൂ കോൾ കിട്ടാൻ ഐ വുഡ് സേ നിങ്ങൾ ചെയ്ത പ്രോജക്ട്സ് തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇപ്പോൾ ഇന്റർവ്യൂവിൽ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്ത പ്രോജക്റ്റ്. ഇപ്പം ഒരു ഇന്റർവ്യൂ ആക്ച്വലി നമ്മൾ റെസ്യൂമെ നമ്മൾ നോക്കുമ്പോൾ ആ ജോബിന് ഫിറ്റ് ആണോ എന്നാണ് നോക്കുന്നത്. അപ്പം നമ്മൾ ആക്ച്വലി ഒരു ജോബ് ഓപ്പൺ ചെയ്യുന്നത് ഒരു NLP പ്രോജക്റ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ NLP ഫോക്കസ്ഡ് ആയിട്ടുള്ള റെസ്യൂമേസ് ആയിരിക്കും നമ്മൾ നോക്കുന്നത്. ഇപ്പം from candidates whether they have worked on other supervised machine learning models നമ്മൾ അത്രയും ഫോക്കസ് ചെയ്യില്ല. അപ്പം what I used to do when I was searching for a job, actually നമ്മൾ different formats different resumes depending on the job that we are applying for. ഇപ്പം NLP based പ്രോജക്റ്റ് ആണെങ്കിൽ NLP പ്രോജക്റ്റ് ആദ്യം വെച്ച് അത് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ റെസ്യൂമെ ഉണ്ടാക്കും. ഇപ്പം മാർക്കറ്റിംഗ്, റെക്കമെൻഡേഷൻ എഞ്ചിൻ അങ്ങനത്തെ ജോബ് പ്രൊഫൈൽ ആണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ആ ഒരു പ്രോജക്റ്റ് വെച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ റെസ്യൂമെ ഉണ്ടാക്കും. അങ്ങനെയാണ് ആക്ച്വലി നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. ഒരു സ്റ്റാൻഡർഡൈസ്ഡ് റെസ്യൂമെ ഫോർമാറ്റ് ഇല്ല എൻ്റെ അഭിപ്രായത്തിൽ. നിങ്ങൾ ചെയ്യുന്ന പ്രൊജക്ട്സിനല്ല പ്രയോറിറ്റി, നിങ്ങൾ ചെയ്ത പ്രൊജക്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കാപ്പബിലിറ്റി ബിൽഡ് ചെയ്യാന്നുള്ളത്. നിങ്ങൾ കുഞ്ഞു പ്രൊജക്ട് ചെയ്താലും അത് കോപ്പി പോസ്റ്റ് ചെയ്താൽ പോലും അതിൽ എന്താണ് ഓരോ ലൈൻ ബൈ ലൈൻ കോഡ് എന്താണെന്നുള്ളത്, നിങ്ങൾ എന്ത് പ്രോബ്ലമാണ് ആ ഡേറ്റയിൽ നിന്ന് അല്ലെങ്കിൽ ഇൻസൈറ്റ് ആണ് ഡേറ്റയിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കാൻ ശ്രമിച്ചത്, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് മാൻഡേറ്ററി ആയിട്ട് ഞാൻ വിശ്വസിക്കുന്നത്, റെസ്പെക്റ്റീവ് ഓഫ് ദ പ്രൊജക്ട്സ് ദാറ്റ് യു. So can we directly apply to other countries as a fresher in IT field? അത് എനിക്ക് ഒരുപാട് നോളജ് ഇല്ല ഇതിൽ. പക്ഷെ US-ൽ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ കുറച്ച് ടഫാണ്. കാരണം US-ൽ ഇമിഗ്രേഷൻ ജനറലി ടഫാണ്.
അപ്പം ഞാൻ വന്നത് മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം സ്റ്റുഡൻറ് വിസയിൽ വന്നിട്ട് ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എംപ്ലോയ്മെന്റ് വിസയിലോട്ട് കൺവേർട്ട് ആയി. അങ്ങനെയാണ് ഞാൻ ചെയ്തത്. ബട്ട് I think if it's easier if you find a job in India and you try to find opportunities, you try to find projects where uh, your team is in abroad, like other countries. അതായിരിക്കും ഈസിയർ അപ്രോച്ച്. അതർവൈസ് നമുക്ക് മാസ്റ്റേഴ്സോ അങ്ങനെ എന്തെങ്കിലും കോഴ്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് പുറത്ത് പോകാൻ പറ്റും. അപ്പം അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് നോക്കാൻ പറ്റും. യെസ്, എനിക്ക് ആദർശമായി പറഞ്ഞതാണ്, നമ്മൾ ഏറ്റവും എളുപ്പം എഴുതുന്നത് നമ്മൾ കമ്പനി കയറിയിട്ട് കമ്പനിയുടെ ക്ലയന്റ് അബ്രോഡ് ആണെങ്കിൽ ക്ലയന്റിനെ ചാക്കിടുക എന്നുള്ളത്. ദാറ്റ് ഈസ് ദ ഈസിയസ്റ്റ് വേ. അതെ. എല്ലാവർക്കും പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ ഇമിഗ്രേഷൻ ഇത്ര വലിയ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. സോ കാരണം അവിടെ നിന്ന് കമ്പനിയിൽ ബാക്കി പ്രോസസ് ഒക്കെ ചെയ്തോളൂ. സോ അതാണ് ഏറ്റവും എളുപ്പ വഴി. അല്ലാതെ സെക്കൻഡ് ഇപ്പൊ എല്ലാവരും പോകുന്ന പോലെ സ്റ്റുഡന്റ് വിസ ഒക്കെ എടുത്തിട്ട് പോകും. അനദർ വേ ദാറ്റ് യു ക്യാൻ ഡു. സോ ബീങ് എ ഡേറ്റാ സയന്റിസ്റ്റ്, ഓക്കെ, അതർ ബൈ ജോബ് പറഞ്ഞത് ജർമ്മനിയിലാണ് പാരന്റ് കമ്പനി എന്ന് പറഞ്ഞത്. സോ സ്പീക്കിംഗ് ഓഫ് ജർമ്മനി ഓർ അതർ കൺട്രി, സോ ലാംഗ്വേജ് ഒരു ബാരിയർ ആണ്. അപ്പം ജർമ്മൻ ആണ് നിങ്ങൾ പാരന്റ് കമ്പനി എന്ന് പറഞ്ഞപ്പോൾ ജർമ്മൻ പഠിക്കേണ്ടതായിട്ടൊന്നോ ലാംഗ്വേജ് ഒരു ബാരിയർ ആണോ? ജോബ് കിട്ടാനും അവിടെ ചെന്ന് എത്താനും ഒരു ബാരിയർ അല്ല. പക്ഷെ അവിടെ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബാരിയർ ഉണ്ട്. കാരണം ജർമ്മൻ ലാംഗ്വേജ് അറിഞ്ഞുകൂടെങ്കിൽ അവരെ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. പക്ഷെ നമുക്ക് നമ്മൾ ഓഫീസിൽ എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കും. മീഡിയം കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് തന്നെയാണ് അവിടെ. പക്ഷെ നമ്മൾ പുറത്ത് മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ചാൽ അവർ നമ്മളെ ആക്ച്വലി നല്ലപോലെ തിരിച്ച് സംസാരിക്കില്ല. അത് ആക്ച്വലി ഒരു അക്സെപ്റ്റഡ് ഫാക്ട് ആണ്. എസ്പെഷ്യലി ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലൊക്കെ അവരുടെ നേറ്റീവ് ലാംഗ്വേജിന് കുറച്ച് പ്രിഫറൻസ് അവർക്ക് കൂടുതലാണെന്ന് തോന്നുന്നു. അവരുടെ ലാംഗ്വേജ് പ്രിഫറൻസ്. യെസ്, നെക്സ്റ്റ് സ്ലൈഡ്. സോ അവോയ്ഡിങ് കോമൺ പിറ്റ്ഫോൾസ്. സോ ഇത് ആക്ച്വലി എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ആഡ് ചെയ്തൊരു സ്ലൈഡാണ്. അപ്പം എനിക്ക് ആക്ച്വലി ഒരു മെയിൻ കാര്യം തോന്നിയത്, most people don't like change, especially like the stakeholders where we're reporting the numbers, right? So if they don't like what they see, they will always challenge your data. ഞാൻ ആദ്യം ഒരു എക്സാമ്പിൾ തന്നായിരുന്നു. ഈ ആർക്കിടെക്ചർ ഡയഗ്രാമിൽ ഇപ്പം കസ്റ്റമർ വന്നിട്ട് പറയുകയാണ് നിങ്ങളെ പ്രോഡക്റ്റ് ശരിയല്ല, അപ്പോൾ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണം. പക്ഷെ നമ്മൾ ഈ ഒരു ഡേറ്റ പോയിന്റ് നമ്മൾ ഇവിടെ ഈ ഗ്രൂപ്പിന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കിയാണ്. അപ്പം സംതിങ് ഈസ് മിസ്സിംഗ്, സംതിങ് ഈസ് ബ്രോക്കൺ, കസ്റ്റമർ എക്സ്പീരിയൻസ്, we are seeing positive here, but we are seeing negative, we are seeing customers dropping off. So something is wrong. So നമ്മൾ ഇവരുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ് ചേഞ്ച് ഈ ടീം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി അവർ അക്സെപ്റ്റ് ചെയ്യണം ആദ്യം. യൂഷ്വലി ഇപ്പൊ ഞാൻ ആക്ച്വലി ഫേസ് ചെയ്യുന്ന ചാലഞ്ച്, വൺ ഓഫ് ദ ചാലഞ്ചസ്, ഇഫ് ദേ ഡോണ്ട് ലൈക്ക് വാട്ട് ദേ സീ, ദേ വിൽ ഓൾവേസ് ചാലഞ്ച് യുവർ ഡേറ്റ. അപ്പം നിങ്ങളെ ഡേറ്റ തെറ്റായിരിക്കാനായിരിക്കും കൂടുതൽ സാധ്യത എന്നായിരിക്കും അവർ ആദ്യം പറയുന്നത്. അപ്പം അത് നമ്മൾ ഓവർകം ചെയ്യണമെങ്കിൽ നമ്മൾ അനാലിസിസ്, നമ്മൾ എന്ത് ചെയ്താലും അതിന്റെ അക്യുറസി 100% ആയിരിക്കണം. കാരണം നമ്മൾ ഒരു നമ്പർ, ഒരു മെട്രിക് നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് വിൽ നോ ഓൾ ദർ മെട്രിക്സ് ബൈ ഹാർട്ട്. അപ്പം എന്തെങ്കിലും ഒരു സ്ലൈറ്റ് ഡീവിയേഷൻ ഉണ്ടെങ്കിൽ അവരതപ്പം കണ്ടുപിടിക്കും. അപ്പം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഡേറ്റ കറക്റ്റ് ആണോ എന്ന് അവർ ക്വസ്റ്റ്യൻ ചെയ്യിക്കും. അപ്പം ഓൾവേസ് triple check logic that you're writing. Also try to analyze, does it make business sense? നമുക്ക് ഒരു ക്വയറി എഴുതി നമുക്കൊരു ഡേറ്റ പോയിന്റ് കിട്ടി, അതിലൊരു ഇൻസൈറ്റ് നമ്മൾ കണ്ടുപിടിച്ച്, പക്ഷെ ആ ഇൻസൈറ്റ് നമുക്ക് ബിസിനസ് സെൻസ് ഉണ്ടോ, അത് എന്തുകൊണ്ടാണ്, അപ്പം എന്തുകൊണ്ടാണ് ആ ഒരു നമ്പർ അങ്ങനെ വന്നത്, അത് ആക്ച്വലി നമ്മൾ വളരെ ക്രൂഷ്യലാണ്. അത് ആക്ച്വലി നമ്മൾ അങ്ങനെ ആ തോട്ട് പ്രോസസ്സ് കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വാട്ട് also helps is confirm with previous analysis. ഇപ്പം ഓൾറെഡി എക്സിസ്റ്റിംഗ് അനാലിസിസ് ഉണ്ട് നിങ്ങൾ ചെയ്യുന്ന വർക്ക് റിലേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് ഡാഷ്ബോർഡ് ഉണ്ട്, അതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യണം. അതുമായിട്ട് നമ്മൾ ചെയ്യുന്ന വർക്ക് എന്തുമാത്രം ഡീവിയേഷൻ ഉണ്ട്, ആ ഡീവിയേഷൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ. കാരണം ഈ ഡാഷ്ബോർഡ്സ് ഒക്കെ നമ്മൾ ഈ പ്രസന്റ് ചെയ്യുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ നമ്പേഴ്സ് ഒക്കെ അവർക്ക് അറിയായിരിക്കും. അപ്പം നമ്മൾ പ്രസന്റ് ചെയ്യുന്ന നമ്പേഴ്സ് ഡിഫറെൻ്റ് ആണെങ്കിൽ അത് അവർ ക്വസ്റ്റ്യൻ ചെയ്യും obviously. So this was something that I struggled personally when I started working, because they will always question, because the numbers are not matching. So this number one priority. ഈ
I would say even above all the Python SQL skills that you're learning, I think you should prioritize this, cultivate this culture, data accuracy. ഒരു ഈ ഫീൽഡ് ഒരു സക്സസ്ഫുൾ കരിയർ ബിൽഡ് ചെയ്യണമെങ്കിൽ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റീപ്രൊഡ്യൂസിബിലിറ്റി ആൻഡ് കൺസിസ്റ്റൻസി. ഇത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു അനാലിസിസ് ചെയ്തു, അത് നമ്മളത് സ്റ്റേക്ക് ഹോൾഡറിന് അയച്ചു കൊടുത്തു, ബട്ട് 2 months later they are asking for the same thing. അത് ആക്ച്വലി നമുക്ക് സെയിം രീതിയിൽ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, അത് മാച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വീണ്ടും they will question what's missing, what's different. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പം നമ്മൾ ആക്ച്വലി ഓൾവേസ് ക്രിയേറ്റ് ഡോക്യുമെന്റേഷൻ ആൻഡ് ഓൾസോ ഷെയർ ദ ലോജിക്. നമ്മൾ എന്ത് ചെയ്താലും ഒരു സിക്കിൾ കോഡ് എഴുതിയാലും അത് എന്തുകൊണ്ടാണ് ആ ലോജിക് അങ്ങനെ എഴുതിയത്, നമ്മൾ അത് ആക്ച്വലി നമുക്ക് വേണ്ടി തന്നെ അത് ആക്ച്വലി നമ്മൾ ഡോക്യുമെന്റ് ചെയ്യണം, അത് എവിടെയെങ്കിലും ഷെയറും ചെയ്യണം, സോ ദാറ്റ് അതേഴ്സ് ക്യാൻ സീ ഇറ്റ് ഓൾസോ. കാരണം ഈ ബിസിനസ് ലോജിക്സിൽ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ബിസിനസ് ലോജിക്സിൽ ഒരുപാട് അസംഷൻസ് ഉണ്ടായിരിക്കും, ആൻഡ് എല്ലാ ടീംസിനും ആ അസംഷൻസ് കാണാൻ പറ്റൂല. അപ്പം അവർ ഈ ഡേറ്റ കാണുന്നവർ ഈ അസംഷൻ വെച്ചിട്ടായിരിക്കില്ല ആ ഡേറ്റ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ റോങ് ഇൻസൈറ്റ്സിലോട്ട് വരും. So to avoid all of that, you have to show all of the assumptions that you're taking when you're doing the analysis. So reproducibility and consistency, always creating documentation and share, avoid complicated processes. നമ്മൾ ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സ് എഴുതിയാൽ നമുക്ക് തന്നെ ഒരു 2 ദിവസം കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാവില്ല നമ്മൾ എന്താണ് ചെയ്തതെന്ന്. അത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം അത് ഞാൻ ആക്ച്വലി യൂഷ്വലി ഫേസ് ചെയ്യുന്ന ചാലഞ്ച് ആയിരുന്നു. അപ്പം ഇതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. യൂസ് സിമ്പിൾ പ്രോസസ്സസ്, create documentation if it's complicated, and also create your own framework or checklist for success. അപ്പം ഈ ഫ്രെയിംവർക്കാണ് നമ്മൾ ഫോളോ ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്. ഇത് സക്സസ്ഫുൾ ആണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ ഇപ്പോഴും ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട് ഈ ഏരിയയിൽ. പക്ഷേ നമ്മൾ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്താലേ പറ്റുള്ളൂ, കാരണം ഇത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. ഡേറ്റ ആക്യുറസി, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന അനാലിസിസ് ആക്യുറേറ്റ് ആണോ, ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. So my question, can you share some examples of how some of your project has significantly impacted a business decision or strategy? അപ്പൊ അങ്ങനെ ബിസിനസ് ഡിസിഷൻ സ്ട്രാറ്റജിയിലോ എന്തെങ്കിലും ഇമ്പാക്ട് കൊണ്ടുവരാൻ പറ്റുന്ന പ്രൊജക്ട് ചെയ്തത്, അതിനെ കുറിച്ചൊന്നും നമുക്കൊന്ന് മോട്ടിവേറ്റ് ആകാൻ വേണ്ടി എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയാം? ഡെഫിനറ്റ്ലി ഞാൻ ഈ എക്സാമ്പിൾ തന്നെ പറയാം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് കൂടുതലും. അപ്പോൾ നമ്മൾ ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഹൗ ഡു വി ഐഡന്റിഫൈ മോർ കസ്റ്റമേഴ്സ്, മോർ ലീഡ്സ് ഫ്രം വെബ്സൈറ്റ്, ഫ്രം ഡിജിറ്റൽ. അപ്പം കസ്റ്റമർ വന്നിട്ട് വെബ്സൈറ്റിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസ് വെച്ചിട്ട് നമുക്ക് ആക്ച്വലി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുമോ ഹൗ ആർ ദേ ലൈക്ലി ടു ബൈ എ പ്രോഡക്റ്റ് ഫ്രം അസ്. അതൊരു പ്രോജക്റ്റ് ആണ്, ലീഡ് സ്കോറിംഗ്, ബേസിക്കലി ലീഡ് സ്കോറിംഗ്. അതൊരു പ്രോജക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ നമുക്ക് ആക്ച്വലി 2 ഡിഫറെന്റ് സിസ്റ്റംസ് ഉണ്ട് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ ഡേറ്റ കൺസ്യൂം ചെയ്യാൻ. ഒന്ന് ഗൂഗിൾ അനാലിറ്റിക്സ്. ഗൂഗിൾ അനാലിറ്റിക്സ് നമ്മൾ വെബ്സൈറ്റിലെ ഡേറ്റ ഫുൾ ടാഗ് ചെയ്തിട്ട് ട്രാക്ക് ചെയ്യും. അപ്പോൾ കസ്റ്റമർ വന്നിട്ട് ഒരു പേജ് വ്യൂ ചെയ്താലോ, ബട്ടൺ ക്ലിക്ക് ചെയ്താലോ, അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് എല്ലാം ട്രാക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഗൂഗിൾ അനാലിറ്റിക്സ്. നമുക്ക് വേറൊരു സിസ്റ്റം ഉണ്ട്, ഇലോക്വ. ഒരു മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമാണ്. Salesforce പോലെ ഇമെയിൽ ടു സെൻഡ് ഇമെയിൽസ് ടു ദ കസ്റ്റമേഴ്സ്, വി യൂസ് ദാറ്റ് പ്ലാറ്റ്ഫോം. പക്ഷേ നമ്മുടെ ചാലഞ്ച് എന്ന് വെച്ചാൽ ഗൂഗിൾ അനലിറ്റിക്സിലെ ഡേറ്റ ഫുള്ളി അനോണമസ്ഡ് ആണ്. അപ്പം നമുക്ക് ആരാണ് കസ്റ്റമർ എന്ന് കാണാൻ പറ്റില്ല, അത് ഫുള്ളി അനോണമസ്ഡ് ആണ്. ഇലോക്വയിൽ നമുക്ക് അറിയാൻ പറ്റും ആരാണ് കസ്റ്റമർ എന്ന്. നമ്മൾ ആക്ച്വലി അനാലിസിസ് ചെയ്തു വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഗൂഗിൾ അനലിറ്റിക്സിൽ ഗൂഗിൾ അനാലിറ്റിക്സ് വഴി നമുക്ക് കുറെ കൂടെ കസ്റ്റമേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് കമ്പയർ ടു ഇലോക്വ. പക്ഷേ നമ്മളിവിടെ ഐ ടി ടീം ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഐ ടി ടീമിൻ്റെ അടുത്ത് നമ്മൾ പോയി സംസാരിച്ച്, ഓക്കെ വാട്ട് ഈസ് ഡിഫറെൻറ്റ്, വൈ ഈസ് ഇറ്റ് ഡിഫറെൻറ്റ്. അവർ പറഞ്ഞ് ഇറ്റ്സ് സപ്പോസ് ടു ബി ഡിഫറെൻറ്റ്, യൂസ് ഇലോക്വ, ഡോണ്ട് ലുക്ക് അറ്റ് ഗൂഗിൾ അനാലിറ്റിക്സ്. അപ്പം നമ്മൾ ഒരു 2-3 മാസം എടുത്ത് ആക്ച്വലി അവരുമായിട്ട് നമ്മൾ ഒരുപാട് കോൺവെർസേഷൻസ് ഒക്കെ വെച്ചിട്ട് അവസാനം കൺവിൻസ് ചെയ്ത്, നമ്മൾ തന്നെ അനലൈസ് ചെയ്ത് കൺവിൻസ് ചെയ്ത് സംതിങ് ഈസ് റോങ് ഇൻ Eloqua, we should look at Google data for identifying more customers. കാരണം കസ്റ്റമർ വന്നിട്ട് ഇവിടെ പറയുകയാണ്, ഓക്കെ ഐ വാണ്ട് ടു ബൈ എ പ്രോഡക്റ്റ്, ഹെൽപ്പ് മീ ഔട്ട്. അപ്പം നമ്മൾ ആക്ച്വലി അവരെ ഐഡന്റിഫൈ ചെയ്യുന്നില്ല, നമ്മൾ ആക്ച്വലി അവരെ ഹെൽപ്പ് ചെയ്യുന്നില്ല.
അതിനുശേഷം നമ്മൾ ഈ പ്രോസസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഗൂഗിൾ അനാലിറ്റിക്സിന് നമ്മൾ ആക്ച്വലി കസ്റ്റമേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത് ആക്ച്വലി ഒരു 50%, 60%, 50-60% ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കി. നമ്മൾ ആക്ച്വലി ഐഡന്റിഫൈഡ് ലീഡ്സ് ചെയ്തുകൊണ്ടിരുന്നതിനെ കമ്പയർ വെച്ചിട്ട്. അപ്പം അതൊരു ആക്ച്വലി ഒരു ബിഗ് വിൻ ആയിരുന്നു. ഇതൊരു ഡേറ്റ സയൻസ് സൊല്യൂഷൻ ആണെന്ന് ചോദിച്ചാൽ അല്ല, ഡേറ്റ അനലിറ്റിക്സ് സൊല്യൂഷൻ ആണെന്ന് വെച്ചാൽ അതും അല്ല. നമ്മൾ ആക്ച്വലി ഒരു പ്രോസസ് ചേഞ്ച് ആണ് വരുത്തിയത്, ബിസിനസ് ചേഞ്ച് അല്ല. അപ്പം പ്രോസസ് ചേഞ്ച് വരുത്താനും ആക്ച്വലി ഇത് നമുക്ക് നമ്മുടെ ടീമിന് വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പം നമ്മൾ ബിസിനസ് ചേഞ്ച് മാത്രമല്ല, പ്രോസസ് ചേഞ്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു ആക്ച്വലി ഒരു ബിഗ് വിൻ ആയിരുന്നു നമ്മുടെ ടീമിന്. So another question, if I am focusing on data scientist role as my main goal, as a fresher, what are the other kind of job role which help me to achieve my main goal? സോറി, ഒന്നും കൂടെ പറയാൻ മനസ്സിലായില്ല. ഓക്കെ ഡേറ്റാ സയന്റിസ്റ്റ് ആണ് ലോങ് ടേം കരിയർ ഗോൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആസ് എ ഫ്രഷർ ഞാൻ വേറെ ഏതൊക്കെ ജോബ് റോൾ എടുത്തു കഴിഞ്ഞാൽ എന്റെ ലോങ്ങർ ടേം എനിക്കൊരു ഡേറ്റാ സയന്റിസ്റ്റ് ഉള്ള കരിയർ ഗോൾ അച്ചീവ് ചെയ്യാൻ കഴിയും? Okay. So data scientist, you can start your career as a data scientist. There's no problem with that. അപ്പം യൂഷ്വലി നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഡേറ്റ സയന്റിസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്താൽ നമ്മളെ ടീമിൽ ഒരാൾ ഡേറ്റ സയന്റിസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി ആദ്യം കുറേ റിപ്പോർട്ടിംഗ് വർക്കും അനലിറ്റിക്സ് വർക്കും കൊടുക്കാറുള്ളൂ, കാരണം ഡേറ്റ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ അതിലോട്ട് ഇങ്ങനെ ഒരു ജേർണി ടൈപ്പ് നോക്കുകയാണെങ്കിൽ ഡേറ്റ അനലിസ്റ്റ് ആയിട്ട് കയറിയിട്ട് പിന്നെ നമുക്ക് ഡേറ്റ സയൻസ് മെത്തഡോളജി ഒക്കെ പഠിച്ചിട്ട് ഡേറ്റ സയൻസിലോട്ട് കയറിയാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. കാരണം ഡേറ്റ അനലിസ്റ്റ് റോൾസ് നമ്മൾ ബിസിനസ്സുമായിട്ട് കുറച്ചും കൂടെ ക്ലോസ് ടൈലായിരിക്കും, ബിസിനസ് ഇൻസൈറ്റ്സ് ആൻഡ് ബിസിനസ് മെട്രിക്സ് ആൻഡ് റിപ്പോർട്ടിംഗ്. അപ്പം ബിസിനസ് പഠിക്കാനും മെട്രിക്സ് നമ്മൾ ഏതൊക്കെയാണ് മെട്രിക്സ്, ഇമ്പോർട്ടൻറ്റ് മെട്രിക്സ്, ഈ കാര്യങ്ങൾ പഠിക്കാനും ഡേറ്റ അനലിസ്റ്റ് ആയിട്ട് കയറിയാൽ എളുപ്പമാണ്. ഇത് ഡേറ്റ അനലിസ്റ്റ് ആയിട്ട് കയറിയിട്ട് നമ്മൾ ഡേറ്റ സയൻസിലോട്ട് പോയാൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ. എനിക്ക് നമ്മുടെ ലോങ്ങർ ടൈം ഗോൾ കരിയർ ഗോൾ ഡേറ്റ സയന്റിസ്റ്റ് ആണെന്നും എന്റെ ഫസ്റ്റ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡൊമൈനിൽ ബിസിനസ് നോളജ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാം. അതാണ് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത്. ഇപ്പൊ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡൊമൈനിൽ ബിസിനസ് നോളജ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഡൊമൈൻ എക്സ്പീരിയൻസ് ഉണ്ടായി കഴിഞ്ഞാൽ, ഇൻ ദ ലോങ്ങർ ടേം നമുക്ക് ആ ഡൊമൈൻ നോളജ് വെച്ചിട്ട് നമുക്ക് ഡേറ്റ അനലിസ്റ്റ് ആയിട്ടും ഡേറ്റ സയന്റിസ്റ്റ് ഒക്കെ ആയിട്ട് കയറാം. ടെക്നിക്കൽ സ്കില്ലൊക്കെ സെക്കൻഡറി ആയിട്ട് കമ്പനി കൺസിഡർ ചെയ്യും. എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. അതിപ്പോ എന്ത് പറയുന്നു? അതെ, ഡൊമൈൻ നോളജ് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ യൂഷ്വലി നമ്മൾ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി ആയതുകൊണ്ടായിരിക്കും നമ്മൾ ഡൊമൈൻ നോളജ്, സെമി കണ്ടക്ടർ ഫീൽഡിൽ നമ്മൾ ഒരുപാട് നോളജ് ഉള്ള ആൾക്കാരില്ല. അപ്പൊ നമ്മൾ അങ്ങനെ നോക്കാറില്ല യൂഷ്വലി. അത് സെമി കണ്ടക്ടർ ഫീൽഡിലെ ഡേറ്റ സയൻസ് കുറച്ച് കമ്പനീസേ ഉള്ളൂ എന്ന് തോന്നുന്നു, അങ്ങനെ അതിലൊരു സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള കുറച്ച് കമ്പനി. So I have one saying, currently I am working as a data science trainer. Is there any chance to get a job as a data scientist? ഞാൻ ഡേറ്റാ സയൻസ് ട്രെയിനർ ആയിട്ട് വർക്ക് ചെയ്യണം, എനിക്ക് ഡേറ്റാ സയന്റിസ്റ്റ് ജോബ് കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളതാണ്. ഞാൻ ഡെഫിനറ്റ്ലി. അപ്പം നമ്മൾ നോക്കുന്നത് സ്കിൽസ് ഉണ്ടോ എന്നാണ്. അപ്പം ഒബ്വിയസ്ലി ഒരു ഇൻസ്ട്രക്ടറിന് ഡെഫിനറ്റ്ലി സ്കിൽസ് എന്തായാലും ഉണ്ടായിരിക്കും. അപ്പം ഈ സ്കിൽസ് നമ്മൾ പറഞ്ഞ ഇവിടെ ML മോഡലിംഗ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഡേറ്റ വിഷ്വലൈസേഷൻ, ഈ സ്കിൽസ് ഒക്കെ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി ഒരു ഡേറ്റ സയൻസ് ജോബിലോട്ട് കയറാൻ ഭയങ്കര എളുപ്പമായിരിക്കും ഡെഫിനറ്റ്ലി. നെക്സ്റ്റ് സ്ലൈഡ്. ഇത് ലാസ്റ്റ് സ്ലൈഡ് ആണ്. ഇത് ഡേറ്റ സയൻസ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു. ജനറേറ്റീവ് AI, ഓട്ടോമേഷൻ, ഇൻഹാൻസ് റിപ്പോർട്ടിംഗ്. അപ്പൊ വൺ കോമൺ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഉള്ളതെന്ന് പറഞ്ഞാൽ ജനറേറ്റീവ് AI വെച്ചിട്ട് നമുക്ക് റിപ്പോർട്ടിംഗ് മാറ്റാൻ പറ്റുമോ? റിപ്പോർട്ടിംഗ് ഒരിക്കലും മാറ്റാൻ പറ്റില്ല, കാരണം ഞാൻ പറഞ്ഞതുപോലെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ആവശ്യം റിപ്പോർട്ടിംഗ് മാത്രമാണ്. അപ്പം വാട്ട് വി ക്യാൻ ഡു ഇസ് ഇൻഹാൻസ് റിപ്പോർട്ടിംഗ്. അപ്പം ഒരു ചാർട്ട് കൊടുക്കുന്നതിന് പകരം വന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ആൻസർ ആയിട്ട് ഒരു ചാറ്റ് ബോട്ട് പോലെ രീതിയിൽ ഒരു റിപ്പോർട്ടിംഗ് ടൂൾ ഉണ്ടാക്കാൻ പറ്റും. അത് ആക്ച്വലി നമ്മൾ നോക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ടീം. അത് ആക്ച്വലി ഒരു ഫ്യൂച്ചറിൽ നമ്മൾ ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. വേറെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് നമ്മൾ ഇപ്പൊ ഇൻഫിനിറ്റ് നോക്കുന്നത് ഡേറ്റ സെക്യൂരിറ്റി ആൻഡ് ഗവേണൻസ്. ഇപ്പം ഡേറ്റ ബ്രീച്ചസ് ഇൻക്രീസ്ഡ് 167%. ഒരുപാട് ഡേറ്റ ബ്രീച്ചസ് നടക്കുന്നുണ്ട്. ഇപ്പം ഈ ഡേറ്റ സയൻസ് ഫീൽഡ് പോപ്പുലർ ആയതിനു ശേഷം ഒരു ബിഗ് വേർഡായിരുന്നു ഡേറ്റ ഡെമോക്രറ്റൈസേഷൻ. എന്ന് പറഞ്ഞാൽ എല്ലാ ഡേറ്റയും എല്ലാവർക്കും ആക്സസ് ചെയ്യണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു.
പക്ഷെ അതിന് ഒരുപാട് നെഗറ്റിവിറ്റി ഉണ്ട്. കാരണം എല്ലാവർക്കും എല്ലാ ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റിയ ആക്ച്വലി ഡേറ്റ ബ്രീച്ചസ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പം ഹൗ ഡു വി വർക്ക് വിത്ത് ഡേറ്റ ഡെമോക്രറ്റൈസേഷൻ ആൻഡ് ഡേറ്റ ഗവർണൻസ്, അത് ആക്ച്വലി നമ്മളെ ഒരു ഫ്യൂച്ചറിൽ ഒരു ഹോട്ട് ടോപ്പിക് ആയിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ. പിന്നെ ഓൾവേസ് ലോട്ട് ഓഫ് കമ്പനീസ് ആർ ഓക്കെ, ഞാൻ അപ്പം ചോദിക്കാം, അപ്പം ഡേറ്റ പ്രൈവസിയും എത്തിക്കൽ കൺസിഡറേഷൻ ഒക്കെ എങ്ങനെ എൻഷുർ ചെയ്യുന്നത്? നമ്മളിപ്പോൾ ഡേറ്റ സയൻസ് വാട്ട് ആർ ദ മെഷേഴ്സ് ദാറ്റ് യു ഹാവ് ടേക്കൺ ടു എൻഷുർ ഡേറ്റ പ്രൈവസി ആൻഡ് അതർ എത്തിക്കൽ കൺസിഡർ? ബിക്കോസ് പുറത്തൊക്കെ ഇന്ത്യയെ വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ പുറത്തൊക്കെ ഭയങ്കര കൺസിഡറബിൾ. സോ ഡേറ്റ പ്രൈവസി എങ്ങനെ എൻഷുർ ചെയ്യും? അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ മെഷേഴ്സ്? സോ റൈറ്റ് നൗ ആക്ച്വലി അതിന് സെപ്പറേറ്റ് ടീംസ് തന്നെ ഉണ്ട്, ഡേറ്റ ഗവർണൻസ് ടീംസ് തന്നെ ഉണ്ട്. അപ്പം ആക്ച്വലി നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്തതുപോലെ അതൊരു ന്യൂ ഫീൽഡാണ്. ഡേറ്റ എഞ്ചിനീയേഴ്സ്, ഡേറ്റ അനലിസ്റ്റ്, ഡേറ്റ സയൻസ്, ഡേറ്റ ഗവർണൻസ്, ആക്ച്വലി അത് വേറൊരു ടീം തന്നെയുണ്ട് നമ്മളെ കമ്പനിയിൽ. അവർ ആക്ച്വലി എല്ലാ ഡേറ്റ സോഴ്സസും അനലൈസ് ചെയ്തിട്ട് അവർ നോക്കും, ഓക്കെ, ഹൂ നീഡ്സ് ആക്സസ് ടു ദിസ് ഡേറ്റ. അപ്പം അവരാണ് ആക്ച്വലി അവർ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഏത് ഡേറ്റ നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിലും നമ്മൾ ആക്ച്വലി ഒരു ബിസിനസ് ജസ്റ്റിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. വൈ ഐ നീഡ് ദിസ് ഡേറ്റ. അപ്പം ആ ഒരു ഫ്രെയിംവർക്ക് അവർ ക്രിയേറ്റ് ചെയ്തിട്ട് ആക്ച്വലി നമുക്കൊരു നെഗറ്റീവ് ആണ്. പക്ഷേ ഒരു ലോങ് ടേം വിഷൻ വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു സെക്യൂരിറ്റി ബ്രീച്ച് വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര അതിനേക്കാളും വലിയ ഇഷ്യൂ ആണ്. അപ്പം അതിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യണമായിരിക്കും എപ്പോഴും നല്ലത്. The other thing I want to ask is generative AI, artificial intelligence, ഇതൊക്കെ ഡേറ്റാ സയൻസ് റോളിന് എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട് അതിനെക്കുറിച്ച്? എൻ്റെ അഭിപ്രായത്തിൽ അത് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളൂ. കാരണം ഇത് ജനറേറ്റീവ് AI ഒരു പുതിയ മെത്തഡോളജിയാണ്. അപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങൾ ചിലപ്പം കുറച്ചും കൂടെ ഇൻഹാൻസ്ഡ് ആയിട്ട് നമ്മൾ കുറച്ചും കൂടെ കൂടുതൽ പഠിക്കേണ്ടി വരും. ജനറേറ്റീവ് AI അങ്ങനെയുള്ള ആൽഗോരിതംസ് ഒക്കെ പഠിക്കേണ്ടി വരും. പക്ഷേ ഇത് കാരണം ഒരുപാട് സ്റ്റാർട്ടപ്സും ഒരുപാട് പ്രോജക്ട്സ് ക്രിയേറ്റ് ആവുന്നുണ്ട്. ഇപ്പം നമ്മളെ കമ്പനിയിൽ തന്നെ ജനറേറ്റീവ് AI ബേസ്ഡ് പ്രോജക്ട്സ് ക്രിയേറ്റ് ആവുന്നുണ്ട്. അപ്പം അതിനനുസരിച്ച് നമ്മൾ ഹയർ ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പം ജോബ്സ് ആക്ച്വലി കൂടാനേ ചാൻസ് ഉള്ളൂ ജനറേറ്റീവ് AI വെച്ചിട്ട്. Okay. So the question, how to stay up to date in the field? അപ് ടു ഡേറ്റ് അതൊരു ചാലഞ്ചിങ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം ഞാൻ ആക്ച്വലി ഒരു അനലിറ്റിക്സ് ഒരു ന്യൂസ് ലെറ്ററിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാം വായിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാം വായിക്കാറില്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നമ്മളൊരു ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്ത് ഡേറ്റ സയന്റിസ്റ്റ് ആയിട്ട് ഒരു കമ്പനി ജോയിൻ ചെയ്തതിന് ശേഷം നമ്മളൊരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ജനറേറ്റീവ് AI പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം ഹഗിങ് ഫേസ് മോഡൽ അങ്ങനെയുള്ള കുറേ മോഡൽസ് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യും. അപ്പം അതിനനുസരിച്ച് നിങ്ങൾ ഓരോരോ കാര്യങ്ങൾ പഠിച്ചു പോകും. അപ്പം എല്ലാം ആക്ച്വലി ഒരുപാട് എല്ലാം പഠിക്കണമെന്നില്ല. നിങ്ങൾ പ്രോജക്റ്റ് വരുന്നതിനനുസരിച്ച് നിങ്ങൾ അപ്സ്കിൽ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. സോ അപ്പം അശോക് പറഞ്ഞില്ലേ, ഇപ്പം അതിനുവേണ്ടി ഇപ്പം അപ്സ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിറ്റിയുടെ എന്തെങ്കിലും റിസോഴ്സസോ അങ്ങനെ എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാനായിട്ടുള്ളതായിട്ടുണ്ടോ? അതെ, എനിക്ക് ഓർമ്മയില്ല ഏത് ഫോറമാണെന്ന്. അത് ഞാൻ അയച്ചു തരാം സാറിന്. Okay, so I will share with you guys. So another question, final question ആണ്. So I will ask, different field in data സയൻസിലോട്ട് ട്രാൻസിഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ആദർശ് ഭായിക്ക് കൊടുക്കാനുള്ള അഡ്വൈസ് എന്താണ്? ഞാൻ ആക്ച്വലി പറഞ്ഞ പോലെ ഡിഫറെന്റ് ഡൊമെയിൻ നോളേജ്, ഡൊമെയിൻ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ആ ഡൊമെയിനിൽ തന്നെ ഇത് ആക്ച്വലി പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഡേറ്റ അനലിസ്റ്റും ഡേറ്റ സയൻസും. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇപ്പം സെയിൽസ് ടീമിൽ നിന്ന് അഷ്യൂരിൽ വർക്ക് ചെയ്ത് ഇപ്പം സെയിൽസ് ടീമിൽ നിന്ന് വന്ന ഒരുപാട് അനലിസ്റ്റുകൾ നമ്മളെ ടീമിലുണ്ടായിരുന്നു. അപ്പം അവർ പ്രൊഡ്യൂസ് ചെയ്ത അനലിസിസും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന റിപ്പോർട്ട്സും ഹൈ ക്വാളിറ്റി ആയിരുന്നു. അപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന ഡൊമൈനിൽ നിന്ന് നമ്മൾ ആ സെയിം ഡൊമൈനിൽ തന്നെ പോകാൻ നോക്കിക്കഴിഞ്ഞാൽ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. താങ്ക് യു ആദർശ് ഭായ്. ഓഫീസ് ടൈമിന്റെ ഇടയ്ക്ക് ഇത്രയും സമയം മാറ്റി വെച്ച് നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു ഫോർ യുവർ വണ്ടർഫുൾ ടൈം. ഐ ഹോപ്പ് യു ഓൾ ഹാവ് എ വെരി വാല്യുബിൾ സെഷൻ. എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര പേഷ്യൻസോടെ എല്ലാ ക്വസ്റ്റ്യനും ഹി ആൻസേർഡ്. സോ താങ്ക് യു ഫ്രം മൈ ബോട്ടം ഓഫ് മൈ ഹാർട്ട്.